ഗൗരവമേറിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് പകലിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമായിരിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞു. ഈ സഭ എന്ന് പറയുന്നത് ഒരേ ശുശ്രൂഷയല്ല. ഫൈവ് ഫോൾഡ് മിനിസ്ട്രി എന്നാണ് നമ്മൾ അതിനെ പൊതുവിൽ വിളിക്കുന്നത്. ഈ ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയിൽ തന്നെ പല വകഭേദങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം കൂടെ ചേരുമ്പോഴാണ് സഭയാകുന്നത്. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും സുവിശേഷകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും പാസ്റ്റർമാരുമല്ല. അത് ആ വിളിക്കനുസരിച്ച് ദൈവം നൽകുന്ന കാര്യം. എല്ലാം കൂടെ ചേരുമ്പോഴേ സഭയാകത്തുള്ളൂ. ഞാൻ എത്ര പറഞ്ഞത് എനിക്ക് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കൊണ്ട് രാത്രിയിൽ തികച്ചും വ്യത്യസ്തമായ ചിന്തയിലേക്ക് നമ്മൾ വരും. ദയവായിട്ട് ബൈബിൾ തുറന്നിട്ട് യൂദയുടെ ലേഖനത്തിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. യൂദയുടെ ലേഖനം 17, 18, 19, 20, 21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മതി. പ്രിയ പിതാവേ, ഈ വചനത്തിന് നന്ദി. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണേ. ഈ ജനത്തിന്റെ നടുവിൽ അവിടുന്ന് പരിവർത്തിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവേ, അങ്ങ് പറയാനുള്ളത് കേൾക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണേ. പറയേണ്ടത് പറയാനുള്ള കൃപ അടിയന്റെ മേൽ പകരണമേ. സ്വർഗം ഇറങ്ങി വരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങളെ പൊതുവെ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. അത് സുവിശേഷം, ചരിത്രം, ലേഖനം, പ്രവചനം എന്നീ വിധത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ആളത്വത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇവയെ ശരിക്കും പഠിച്ചു വരുമ്പോൾ സുവിശേഷത്തിൽ ബീജമായി വെളിപ്പെടുന്നവൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുന്നവൻ ലേഖനത്തിൽ ഉപദേശമാകുക. ലേഖനത്തിൽ ഉപദേശമാകുന്നവൻ വെളിപ്പാട് പുസ്തകത്തിൽ യഥാവാനായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുകയാണ്. ഇങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങളെ നമുക്ക് പഠനവിധേയമാക്കാൻ കഴിയുന്നത്. അതിലെ ഈ ലേഖനങ്ങൾ സഭയ്ക്കുള്ള മുഴുവൻ ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ഈ യൂദയുടെ ലേഖനം എന്ന് പറയുന്നത് ഒറ്റ അധ്യായമേ ഉള്ളെങ്കിലും ആ അധ്യായത്തിലെ ഓരോ വാക്കുകളും ഓരോ അധ്യായത്തിന് തുല്യമാകത്തക്ക വിധത്തിൽ പ്രാധാന്യതയുള്ളതാണ്. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പം അപ്പോസ്തല പ്രവൃത്തികളിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യൂദയുടെ ലേഖനം വായിക്കുമ്പം നമുക്ക് വേറൊരു ചരിത്രമാണ് കിട്ടുന്നത്. അത് വിശ്വാസത്യാഗികളുടെ ചരിത്രമാണ്. അവിടെ വിശ്വാസത്യാഗികൾ ആരാണ് എന്നൊരു വാക്കിൽ ഞാൻ പറയാം. വിശ്വാസിയായി നടക്കുകയും അതേസമയം നവീകരണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിശ്വാസത്യാഗി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരിക്കൽ രക്ഷകനിലേക്ക് വന്നിട്ട് പിന്നത്തേതിൽ വിദ്വേഷപൂർവം രക്ഷകനെ തള്ളിക്കളയുന്ന ഒരുവനെ നമുക്ക് വിശ്വാസത്യാഗി എന്ന് വിളിക്കാം. അതിനെ ദൈവശാസ്ത്രപരമായിട്ടൊക്കെ
വിലയിരുത്താനായിട്ട് കഴിയും. വിശ്വാസത്യാഗി എന്ന് പറയുമ്പോൾ അപ്പോസ്റ്റസി എന്ന പദമാണ് പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോസ്റ്റസി എന്ന് പറയുമ്പോൾ ദൂരെ പോകുക, അകന്നു പോകുക എന്നൊക്കെയാണ് അർത്ഥം. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയുടെ സഭാപരമായ അടയാളം, നമ്മൾ ഈ കേൾക്കുന്ന അടയാളങ്ങളെല്ലാം പ്രാപഞ്ചിക അടയാളങ്ങളും പ്രാവചനിക അടയാളങ്ങളുമാണ്. എന്നാൽ സഭാപരമായ അടയാളം ഒറ്റ അടയാളമേ ഉള്ളൂ. ആ അടയാളം വിശ്വാസത്യാഗം. യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയുടെ മുൻപിൽ ഈ വിശ്വാസത്യാഗം ജനത്തിന്റെ ഇടയിൽ പ്രബലമായിരിക്കും. അപ്പൊ അത്ര രൂക്ഷമായ ഒരു കാര്യമാണ് വിശ്വാസത്യാഗം. അതിൻ്റെ ചരിത്രമാണ് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് എഴുതി തുടങ്ങിയിട്ട് യൂദ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പോരാടണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്യാഗത്തിൻ്റെ രൂക്ഷത അത്ര ആയതുകൊണ്ടാണ്, അതിൻ്റെ ഫലം അത്ര കഠിനമായതുകൊണ്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി പോരാടണം. മൂന്നാമത്തെ വാക്യം നോക്കി, മൂന്നാമത്തെ വാക്യത്തിലത് എഴുതിയിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി ഇതൊരാവശ്യമാണെന്ന്. അപ്പോൾ യൂദയ്ക്ക് ആവശ്യമായി തോന്നിയ കാര്യത്തെ യൂദ എഴുതുക. യൂദ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദ അല്ല. ഈ യൂദ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദയാണ്, തെറ്റിദ്ധരിക്കരുത്. ഈ എഴുത്തിനൊരു രീതിയുണ്ട്, യൂദയുടെ എഴുത്തിനൊരു രീതി. യൂദ 3 നിലകളിലാണ് കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, പ്രകൃതിയിൽ നിന്ന് ചില ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ചില ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 3, പഴയ നിയമത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതൊരു കർക്കശമായ ഭാഷയുടെ അപ്പുറത്ത് വിശിഷ്ടമായ ഒരു കൃതിയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് ചെറുതെങ്കിലും ഈ വിശ്വാസത്യാഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ലേഖനം കൂടെയാണ് യൂദയുടെ ലേഖനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ യൂദയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഘാതകരെ അല്ലെങ്കിൽ വിശ്വാസത്യാഗികളെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിട്ട് അവരുടെ നാശത്തെ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് യൂദ ലേഖനം എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം യൂദയുടെ ലേഖനത്തിൻ്റെ ഒരു കൊച്ച ആമുഖമാണ്. ഇനി ഞാൻ ആ വായിച്ച വാക്യത്തിലേക്ക് ഡയറക്റ്റ് അങ്ങ് വരികയാണ്. എന്താണ് വാസ്തവത്തിൽ ഈ വാക്യങ്ങൾ നമ്മോട് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്ത്യകാല സഭയുടെ ചില ലക്ഷണങ്ങൾ, അന്ത്യകാല സഭയെക്കുറിച്ച് നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇന്നത്തെ പകലത്തെ ഈ ചിന്തയ്ക്ക് അന്ത്യകാല സഭയുടെ ലക്ഷണങ്ങൾ എന്ന് വേണമെങ്കിൽ തലക്കെട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ടെങ്കിൽ എൻഡ് ടൈം ചർച്ച് എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ പറഞ്ഞല്ലോ, അത് യൂദയുടെ ലേഖനത്തിൽ നിന്നായതുകൊണ്ട് പ്രധാനമായും ഒരു ആത്മീകന്റെ ജീവിതത്തെയോ അവന് സംഭവിക്കാൻ സാധ്യതയുള്ള പരാജയങ്ങളോ ഒക്കെ വിരൽ ചൂണ്ടുന്ന വിധത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഒത്തിരി കൈയടിക്കാനൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ നല്ല അകക്കാമ്പുള്ള ചില സംഗതികൾ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇന്ന് പകലിൽ കൈമാറ്റം ചെയ്യുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടൊരു നല്ല പഠിതാവിനെ പോലെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. കയ്യിലൊരു പേനയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറായിരിക്കുക. നിശ്ചയമായും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയും. അതിലെ ആദ്യത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. ചില പരിഭാഷകളിൽ മുൻപറഞ്ഞ വാക്കുകൾ എന്നുള്ളതിന് പകരം അവർ പറഞ്ഞ മുന്നറിയിപ്പുകളെ ഓർപ്പീൻ എന്നാണ് പറയുന്നത്.
അവർ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പുകളെ ഓർപ്പീൻ. ഈ മുന്നറിയിപ്പുകളെ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിന് സമാനമായ വേറൊരു വാക്യമുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. സ്തോത്രം. ഈ വാസ്തവത്തിൽ ഈ യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഭയങ്കര കൺസേൺ ഉള്ള ശുശ്രൂഷയായിരിക്കും യഥാർത്ഥ ശുശ്രൂഷ. ഞാനതങ്ങനെ പറയുമ്പോൾ പത്രോസിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അത് നിമിത്തം എനിക്ക് സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ഞാൻ ആളിനെ അയച്ചു എന്ന് പറയുന്നുണ്ട്. അവക്കെ ഉണ്ടോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ? വാസ്തവത്തിൽ കൈയടിക്കാൻ അവസരം കിട്ടുമ്പോൾ കൈയടിക്കുന്നോ എന്നുള്ളതല്ല ശുശ്രൂഷയുടെ ലക്ഷ്യം. കൈയടിക്കുന്നോ എന്നുള്ളതല്ല ശുശ്രൂഷയുടെ ലക്ഷ്യം. തെസ്സലോനിക്ക സഭ കടന്നുപോയ പീഡനം ഉണ്ടല്ലോ, അത് സാധാരണ പീഡനമല്ല കേട്ടോ. പൗലോസിനെ പേടിപ്പിക്കുന്ന ടൈപ്പ് പീഡനം. ആ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. പൗലോസിനെ പോലെ ഒരാള് ഭയപ്പെട്ടു പോകുന്ന 4-ാമത്തെ വാക്യം, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ, ഞാൻ അങ്ങ് പറഞ്ഞു പോകും, വായിക്കേണ്ടത് വായിച്ചാൽ മതിയേ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ എന്താണോ സംഭവിക്കുമെന്ന് പറഞ്ഞത് അവണ്ണം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, 5-ാമത്തെ വാക്യം, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട്. നിങ്ങളെ വാക്കുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടമുണ്ടല്ലോ, എനിക്കങ്ങ് സഹിച്ചുകൂടാഞ്ഞിട്ട്. അടുത്ത വാക്കുണ്ടോ? പരീക്ഷകൻ നിങ്ങളെ, കമോൺ എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. പരീക്ഷകൻ നിങ്ങളെ, അടുത്തത്, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളിനെ അയച്ചു. ഞങ്ങൾ ഭയപ്പെട്ടു. എന്താ കാര്യം? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡന നിമിത്തം നിങ്ങൾ ഇളകിപ്പോകുവോ എന്നുള്ളതാണ് പൗലോസിന് അറിയേണ്ടത്. മനസ്സിലാക്കുന്നുണ്ടോ? ഈ പ്രശ്നത്തിനകത്ത് നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ നമ്മളിൽ പലരുടെയും ഫെയ്ത്ത് പോകാൻ വമ്പൻ പ്രോബ്ലംസ് ഒന്നും വേണ്ട, ഒറ്റ വാക്ക് മതി. ഒറ്റ നോട്ടം വന്നാൽ നമ്മുടെ ഫെയ്ത്ത് പോകും. എന്തിനാ പറയുന്നത്? ഇപ്പൊ ഇവിടെ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല. ചർച്ചിനകത്തൂടെ ഓടി നടക്കുന്ന കൊച്ചിനെ പാസ്റ്റർ വഴക്ക് പറഞ്ഞാൽ സഭ മാറുന്നവരാ നമ്മളീ പലരും. ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മൾ സഭ മാറിപ്പോകും. അപ്പൊ പൗലോസ് ഈ ഉപദ്രവം ഉണ്ടായപ്പോ, നിങ്ങളുടെ ഉപദ്രവത്തിന്റെ ഭീകരത ശരിക്കും മനസ്സിലാക്കണം. അത് 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം തരുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. സ്തോത്രം. അപ്പൊ അവര് കടന്നുപോയ പീഡനം ഭയങ്കര. ഞാൻ പറഞ്ഞല്ലേ, അപ്പോസ്തലനെ പോലെ പൗലോസിനെ പോലെ ഉരുക്കിന്റെ ആ ഫെയ്ത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഭയപ്പെട്ടു ഇവരെങ്ങനെയാണ് ഈ വിഷയത്തെ ഫേസ് ചെയ്യുന്നത്. അതറിയാൻ ആളിനെ അയച്ചു. ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ശുശ്രൂഷകൻ എപ്പോഴും വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കും. അവരുടെ ഫെയ്ത്തിന് കുറവ് വരുന്നുണ്ടോ? ആ കുറവ് വന്നാൽ അത് ആശങ്കപ്പെടുത്തുന്നതാ. ആമേൻ. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. ജീസസ്. പൗലോസ് പേടിച്ചു. പൗലോസ് തിമത്തിയോസിനെ അയച്ചു. തിമത്തിയോസ് വന്നിട്ട് പറയുന്ന കാര്യം ഭയങ്കര. അവര് പറയുന്നത് അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല,
അവർ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, പൗലോസ് പറയുന്നു ഈ കഷ്ടതയ്ക്കകത്തും അവർക്ക്, തിമോഥെയോസ് പറഞ്ഞു, അപ്പോസ്തലനെ നിങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ട്. ഇതാണ് ശരിക്കുമുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ പൗലോസിനെ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനയിലേക്ക് നയിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശ്വാസികളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. രണ്ട്, തമ്മിലുള്ള ബന്ധം. അതായത് വെർട്ടിക്കലായിട്ടുള്ള റിലേഷനും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിലേഷനും ഒരുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് സാക്ഷാൽ നമ്മൾ ദൈവമക്കളാകുന്നത്. അതാണ് കൊയിനോനിയ എന്ന് പറയുന്നത്, അതാണ് ഫെലോഷിപ്പ്. ഞാൻ അതിന് ഉദാഹരണം തരാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 15, 16, 17 വാക്യങ്ങൾ പൗലോസിന്റെ എഫെസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അവിടെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. അപ്പൊ ഒന്ന്, കർത്താവിലുള്ള ആ വിശ്വാസം. രണ്ട്, വിശുദ്ധന്മാരോടുള്ള സ്നേഹം. ആമേൻ. ലംബവും തിരശ്ചീനവുമായിട്ടുള്ള ആ ബന്ധം പൗലോസ് തിരിച്ചറിഞ്ഞപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ജനത്തെ കുറിച്ച് പറയുന്നത്, ആ കഷ്ടതയിൽ അവർക്ക് അപ്പോസ്തലനെ കുറിച്ച് ഓർമ്മയുണ്ട്. അവർ ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ നിന്ന് ശോഷണം ഭവിച്ചിട്ടുമില്ല, വർദ്ധിച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിങ്കലേക്ക് വന്നത് കേവലം രോഗസൗഖ്യത്തിന് വേണ്ടി അല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാ. ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 വയസ്സ് വരെ ജീവിക്കുന്നയാൾ 90 വയസ്സ് വരെ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യമല്ല. ഈ ആയുസ് കൊണ്ട് നശിക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാണ്. ആമേൻ. ഞാൻ 23 വർഷമായിട്ട് സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. അതുകൊണ്ട് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ജനത്തിൻ്റെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, വീടിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, വിവാഹ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, ഒരു വസ്തു വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കരുത്. എന്ന് പറഞ്ഞാൽ, ജനം ഒരു വീട് കിട്ടാൻ വേണ്ടി കർത്താവിനെ കാണുന്നു, ഒരു രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി കർത്താവിനെ കാണുന്നു, കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി കർത്താവിനെ കാണുന്നു. സ്തോത്രം. നമ്മൾ ഇവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രിയരെ, നമ്മുടെ ലക്ഷ്യം അതല്ല. വിവാഹം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാ, വീട് ഈ ആയുസ് കൊണ്ട് തീരുന്നതാ, കാറ് ഈ ആയുസ് കൊണ്ട് തീരുന്നതാ, ജോലി ഈ ആയുസ് കൊണ്ട് തീരുന്നതാ. അങ്ങനെ നമ്മൾ ഈ കാണുന്നതെല്ലാം ഇവിടെ കൊണ്ട് തീരുന്നതാ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഇതിന് മാത്രമാണ് നമ്മൾ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ, പ്ലീസ് ക്രൈസ്റ്റ് സെന്ററിൽ ഉള്ള ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം കർത്താവിന്റെ പുറകെ നടക്കരുത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രം കർത്താവിന്റെ പുറകെ നടക്കരുത്. അതെല്ലാം കിട്ടും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ച് പറഞ്ഞു, ഈ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ആദ്യം ഈ സ്റ്റാർട്ടർ പറയാറുണ്ട് അല്ലേ. ചിലർ ഈ അറിയാൻ മേലാത്തതുകൊണ്ട് ഈ സ്റ്റാർട്ടർ എല്ലാം കൂടെ അടിച്ച് അങ്ങ് നിറയ്ക്കുക. മെയിൻ കോഴ്സ് വരുമ്പോൾ അയ്യോ കഴിക്കാൻ മേല, സ്റ്റാർട്ടറിന്റെ പുറകെ പോകരുത്, മെയിൻ കോഴ്സ് വരുന്നുണ്ടെന്ന്. വീട് സ്റ്റാർട്ടറാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ആദ്യത്തെ ആ സലാഡും ആ സൂപ്പും, ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഒത്തിരി പറയുന്നില്ല, ചിക്കൻ ലോലിപോപ്പും അതെല്ലാം കൂടെ അടിച്ച് വയറ് നിറച്ചിട്ട് മെയിൻ കോഴ്സും മെയിൻ സംഭവങ്ങൾ വരാനൊഴിക്കുന്നതേ ഉള്ളെന്ന്. നല്ല സാൽമൺ സ്റ്റേക്ക് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടറിനെ അങ്ങനെ കാണണം, മെയിൻ കോഴ്സിനെ അങ്ങനെ കാണണം. ഒരാമൻ പറഞ്ഞാട്ട് തെസ്സലോനിക്ക സഭ ആ വിഷയത്തിൽ വിജയിച്ചെന്ന്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം.
ഒന്നാം നൂറ്റാണ്ടിലെ സഭ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വിടുതൽ സ്വപ്നം കണ്ട് വന്നവരല്ല. അവർ രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി വിശ്വാസത്തിൽ ഇറങ്ങി വരാം. അതുകൊണ്ടാണ് തെർത്തുല്യൻ പറഞ്ഞത് ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അവരാ രക്തത്തിൽ ചവിട്ടിയ കർത്താവിനെ കണ്ടത്. പ്രശ്ന പരിഹാരമൊന്നും അല്ലായിരുന്നു അവരുടെ വിഷയം, യേശുവായിരുന്നു. ഇപ്പൊ തെസ്സലോനിക്ക സഭ ആ ഒരു മാതൃകയിൽ തന്നെയാണ് നിൽക്കുന്നത്. പീഡനം വന്നിട്ടും അവരുടെ ഫെയ്ത്ത് കുറഞ്ഞിട്ടില്ല. അപ്പൊ പൗലോസ് ഇതിനെക്കുറിച്ച് ഭയങ്കര ശ്രദ്ധയാ. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ശുശ്രൂഷകൻ എപ്പോഴും ഫെയ്ത്തിനെ കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും. ഇവിടെ പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നു. നിങ്ങളെ ഉണർത്തുകയാണ്. അതും മറക്കരുത്, ഇതും മറക്കരുത്. രാമേൻ പറഞ്ഞു ആമേൻ. നിങ്ങളുടെ മനസ്സിന് ഉണർത്തുക, അതാണ് യഥാർത്ഥ ശുശ്രൂഷകന്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്യങ്ങളിൽ ഒന്നാമത് പറയുന്നത് അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. എന്താണ് അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ? ഒന്ന്, 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ആ വാക്യത്തെ ഞാൻ വിശദീകരിക്കാം. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, അവരെ പരിഹാസികൾ എന്ന് വിളിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? അവിടെ വായിക്കുന്നു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. ഒന്നിനും ഒരു മാറ്റമൊന്നുമില്ല. ഇവരിങ്ങനെ കുറെ കാലമായിട്ട് കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. സകലവും ആരംഭത്തിൽ എന്നതുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് വരുന്നു എന്നുള്ള കാര്യം ഒന്നും പറയണ്ട എന്ന് പറയുന്ന പരിഹാസികൾ ഇവിടെ കിട്ടുന്നുണ്ടോ? വേറെ എന്ത് കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കർത്താവ് വരുന്നു എന്ന് കേൾക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല. അവരെ വിളിച്ച പേരും പരിഹാസികളെന്ന്. കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, നന്നായിട്ട് തമാശ പറയുന്നവർ കാണും. എനിക്കാണെങ്കിൽ ഒട്ടും വഴങ്ങാത്ത ഒരു സാധനമാണ് ഈ തമാശ. ഞാനതുകൊണ്ട് പറയാനൊട്ട് മെനക്കെടാറുമില്ല. എൻ്റെ പ്രസംഗത്തിലും പറയാറില്ല, ഞാൻ സാധാരണ എൻ്റെ സംസാരത്തിലും പറയാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പരിഹാസികൾ, നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളെ കുറിച്ചും കോമഡി പറയാം, തമാശ പറയാം, നോ പ്രോബ്ലം. പക്ഷെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയരുത്. സഭയുടെ കാത്തിരിപ്പ് മുഴുവൻ യേശു വരുമെന്നുള്ളതാണ്. പക്ഷെ പത്രോസ് പറയുന്നു, ഇതിനെതിരെ പറയുന്ന ഒരു കൂട്ടം പരിഹാസികൾ അന്ത്യകാലത്ത് വരും. സ്തോത്രം. ഞാൻ പറയാം, സെക്കൻഡ് കമ്മിങ്ങിനെതിരെ പറയുന്നത് ആരും ആയിക്കോട്ടെ, അവനെ പത്രോസ് വിളിച്ചിരിക്കുന്ന പേരെന്നാ? പരിഹാസികൾ. ഇത് ഓർത്തുകൊള്ളണം. അപ്പൊ യൂദ പറയുക, അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർക്കണം. ആ വാക്കുകളിൽ നമ്പർ 1, കർത്താവിന്റെ വരവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ പരിഹാസ വിഷയമാക്കുന്ന, സഭയുടെ കാത്തിരിപ്പിനെ പരിഹാസ വിഷയമാക്കുന്ന ഒരു കൂട്ടം വരും. ആമേൻ. അത് ഓർത്തുകൊള്ളി. 2 അപ്പോസ്തലപ്രവൃത്തി 20:30 വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് തോന്നാം. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് സെന്ററിൽ നിന്ന് എഴുന്നേൽക്കുമെന്നല്ല അവിടെ പറയുന്നത്. സഭയുടെ ഇടയിൽ നിന്ന്, ആകമാനമായ സഭാ സമൂഹങ്ങളിൽ എഴുന്നേൽക്കും. ആരാ? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. അതുകൊണ്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ഞാൻ ആ വാക്യം ഇങ്ങനെ, കണ്ണുനീർ വാർത്തുകൊണ്ട് ബുദ്ധി പറഞ്ഞു തന്നു എന്ന് പറയുന്ന ആ പ്രയോഗം ഉണ്ടല്ലോ, ഞാനത് പഠനവിധേയമാക്കിയപ്പം എനിക്ക് മനസ്സിലായത്, ഈ പ്രസംഗിച്ചിട്ട് മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്.
എത്ര പ്രസംഗിച്ചിട്ട് മനസ്സിലാകാത്ത, ഈ ചെവി കൂടി ഇങ്ങനെ ഒരു ചൂട് വറക്കുന്നതല്ലാതെ വേറൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് ഭയങ്കര സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടും. ആറ്റോമിക് എനർജിയെ കുറിച്ച് ചോദിച്ചാൽ അവർ ഭയങ്കരമായിട്ട് പറയും, മിണ്ടുന്നില്ല. ഇപ്പൊ AI ടെക്നോളജിയെ കുറിച്ച് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് പറയും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനെ കുറിച്ച് ചോദിച്ചാൽ അവർ ഭയങ്കരമായിട്ട് പറയും. പക്ഷെ ഈ പുള്ളിക്ക് ബൈബിള് കേട്ടാൽ മനസ്സിലാവത്തില്ല. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദ്യം. അപ്പൊ എന്തും മനസ്സിലാകും, പക്ഷെ പുസ്തകം മനസ്സിലാകത്തില്ല. അപ്പോഴാണ് ഈ ഉറങ്ങാൻ തുടങ്ങുന്നത്. കൃപയാൽ ഇവിടെ ഉറങ്ങുന്ന ആരെയും ഞാൻ കാണുന്നില്ല. ഈ പുസ്തകം പിടികിട്ടാതെ വരുമ്പോ ഉറങ്ങും. പൗലോസ് പറയുന്നു, അങ്ങനെയുള്ളവരെ തള്ളിക്കളഞ്ഞെന്നല്ല, ഓരോരുത്തന്റെ അടുക്കൽ ബുദ്ധി പറഞ്ഞു, കണ്ണുനീരോടെ. എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് മനസ്സിലാകാതെ വന്നപ്പോ അപ്പോസ്തലൻ കരഞ്ഞോണ്ട് പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു. 3 വർഷം പറഞ്ഞു. സ്തോത്രം. ഈ വിപരീതോപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ എഴുന്നേറ്റാൽ നിങ്ങൾ ആകൃഷ്ടരാകരുതെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. ഈ വിപരീത ഉപദേശം പ്രസംഗിക്കുമ്പം പെട്ടെന്നാണ് ആളുകൾ അതിലോട്ട് ചെന്ന് വീഴുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസന് അത് പെട്ടെന്ന് മനസ്സിലാകും. ഒരു രാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ വിസിറ്ററായിട്ട് ചെന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം കുട്ടികളെ ആകർഷിക്കുന്നത് ഞാനിട്ട ഷൂവിൻ്റെ ബ്രാൻഡ് നോക്കാനൊക്കെ പറഞ്ഞു. ഞാനിട്ട ഷൂട്ടിൻ്റെ ബ്രാൻഡ് നോക്ക്. അപ്പൊ പിള്ളേരല്ലേ ഇപ്പൊ പാസ്റ്റർ ഇട്ട് ഷൂവിൻ്റെ ബ്രാൻഡും തപ്പി നടക്കുക. അപ്പൊ അവരതൊക്കെ കണ്ടപ്പം വാച്ച് നോക്ക്, നിങ്ങൾ ഷൂസ് നോക്ക്, നിങ്ങൾ സൂട്ട് നോക്ക്. ഇവരെ ഇങ്ങനെയാണ് ആകർഷിക്കുന്നത്. ഞാൻ പറയാം, ഈ വൈരുദ്ധ്യമായിട്ടുള്ള ഉപദേശങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ചെന്ന് വീഴുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ അവരെ വശീകരിക്കുന്ന ഒരു സ്പിരിച്വൽ ബാക്കപ്പ് ഉണ്ട്. ഞാൻ ഓർത്ത് നിങ്ങളെല്ലാവരും ഒരു സ്വോത്രം പറയായിരിക്കുന്നു. അതായത് ദൈവവചനത്തെ എത്ര കൃത്യമായിട്ട് വ്യക്തമാക്കി പറഞ്ഞാലും, ഇവിടെ ആണെങ്കിൽ സ്തോത്രം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലുള്ള ചർച്ചുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മീഡിയയാണ് ക്രൈസ്റ്റ് സെൻ്ററിലെ മീഡിയ. നല്ല നല്ല ക്വാളിറ്റി വീഡിയോസ്. ഞാൻ പറയാം, അവിടെ ഇവിടെ എല്ലാം സ്ക്രീൻ വെച്ചിരിക്കുക. ഇതെല്ലാം കൂടെ വെച്ച് പറഞ്ഞാലും, ഈ സ്ക്രീനിലെല്ലാം വാക്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് പറഞ്ഞാലും മനസ്സിലാകാത്ത പ്രസംഗം. സ്തോത്രം. ഇനി വേറൊരാൾ അത് വിപരീത ഉപദേശമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് അതേ കയറി അങ്ങ് പിടിക്കും. സ്തോത്രം. തലയും കുത്തി നിന്നിട്ടും സ്വാധീനിക്കപ്പെടാത്ത ദൂത്. സ്തോത്രം. ഒരു വിപരീത ഉപദേശക്കാരൻ അത് വൈരുദ്ധ്യമായി പറയുമ്പോ പെട്ടെന്ന് നമ്മൾ അതിനകത്തോട്ടങ്ങ് ആകൃഷ്ടരാകുക. അതെന്നാന്നറിയോ? അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വെറുതെ പറയുന്നതല്ല, ഞാനത് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഭാവി കാലത്തെ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചു ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്ന ആ വാക്കിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം വേറൊരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്കാണ്. ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് devoting themselves to spirit of deception and following demon inspired revelations and theories. പുസ്തകത്തിലില്ലാത്ത വെളിപ്പാട് പറയുന്നത് നിങ്ങൾ കേട്ടാൽ ഓർത്തോണം, ആ വെളിപ്പാടിന്റെ ഇൻസ്പിറേഷൻ ഡീമനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് 1 തിമോഥെയോസ് 4:1 ആ ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവവചനത്തിന് വൈരുദ്ധ്യമായി ഏത് വെളിപ്പാട് പറഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം.
ബിൽഡിങ്ങിന്റെ 6th ഫ്ലോറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത്ര ആളുകൾ ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ഇത് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ കയറാറുണ്ട്. എന്നിട്ട് എന്താണ് ഈ ബിൽഡിങ്ങിന് ഒരു കേട് വരാത്തതെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഫെയ്ത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വേർഡാണ്. ഏത് റെവലേഷൻ പറഞ്ഞാലും ആ റെവലേഷൻ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. രാമൻ പറഞ്ഞാട്ടെ, ഇതിലില്ലാത്തതോ ഇതിൽ ഉൾപ്പെടാത്തതോ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുമായ റെവലേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ റെവലേഷന്റെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്, വേറൊരാത്മാവ്. കേൾക്കുന്നുണ്ടോ? അപ്പം ഈ ഉപദേശം കേൾക്കുന്നവരെ വല്ലാതെ സ്വാധീനിക്കുന്നത് ഈ സ്പിരിറ്റാണ്. ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും ആമേൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കുന്ന ഒരാളിലെ സ്വാധീനം ചെലുത്തത്തുള്ളൂ. അതുകൊണ്ട് പറയാം, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. സ്തോത്രം. ചുമ്മാതെ ഒരാൾ മീറ്റിങ്ങിന് വന്നെന്നും പറഞ്ഞ ആ ആളെ നിറയ്ക്കത്തൊന്നുമില്ല. ദാഹം വേണം. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമൻ പറ. ദാഹമില്ലാത്ത ആരുടെ മേലും പരിശുദ്ധാത്മാവ് ചലിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ സ്റ്റേജിൽ വന്ന് കയറിയ ആളല്ല ഞാൻ. പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ വന്ന ആളല്ല. ഞാൻ 94-ലാണ് ബൈബിൾ കോളേജിൽ പോയത്. ആ സമയത്തൊക്കെ ഈ അന്ന് ആത്മീയാത്ര തന്നെയായിരുന്നു. ഒരു ഗംഭീര പാട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയാത്രയിൽ. അപ്പം ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങളിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ പോകും, ഏതെങ്കിലും പാസ്റ്റേഴ്സിൻ്റെ കൂടെ ഒക്കെ നിന്ന്. അന്ന് ഈ ആത്മീയാത്ര പാസ്റ്റർമാർക്ക് കൊടുക്കുന്ന ഒരു ഹാൻഡ് മൈക്ക് ഉണ്ടായിരുന്നു. ഹാൻഡ് മൈക്ക് വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, വെള്ള കളറാണ്. ഹോണാണ് അതിൻ്റെ സ്പീക്കറിൻ്റെ ഭാഗത്തുള്ളത്, ഹോണാണ്. അപ്പം ഇതൊക്കെ ഒരു സൈക്കിളിൻ്റെ പുറകെ വെച്ച് കെട്ടി ആയിരക്കണക്കിന് പരസ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. 94 തൊട്ടുള്ള സീസണുകളാണ് ഞാനീ പറയുന്നത്. ആമേൻ. എൻ്റെ പ്രിയരെ, ഒരു ദിവസം കൊണ്ടല്ല ആരും ശുശ്രൂഷയിൽ വരുന്നത്. ഇത് നീണ്ട നാളുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച്. ഞാൻ എൻ്റെ മിനിസ്ട്രി മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഞാൻ ഈ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഭാഗത്തെക്കുറിച്ച് സാമാന്യ ഒരു നല്ല പഠനം എനിക്ക് കാണും. ചിലപ്പോഴൊക്കെ എൻ്റെ പ്രസംഗത്തിൻ്റെ ഈ ചില തുടക്ക സമയങ്ങൾ, ഇന്നൊരു നല്ല നോട്ടുണ്ട് കത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ കയറും. അന്നത്തെ ദിവസം നാടൻ ഭാഷ പറഞ്ഞാൽ ചീറ്റിപ്പോവും. അതൊരു 3-4 പ്രാവശ്യം ആയപ്പോൾ എനിക്ക് മനസ്സിലായി, നോട്ടിനകത്തൊന്നുമല്ല ശുശ്രൂഷ ഇരിക്കുന്നത്. പിന്നെ 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 പേടിയായി സ്റ്റേജിൽ കയറാൻ. വന്നിരിക്കുമ്പം തൊട്ട് കർത്താവേ സഹായിക്കണേ സഹായിക്കണേ ഇങ്ങനെ പറഞ്ഞാ സ്റ്റേജിൽ കയറുന്നത്. അത് ചെറിയ മീറ്റിംഗ് ആകാം, വലിയ മീറ്റിംഗ് ആകാം. കർത്താവ് പ്രയോജനപ്പെടുത്തണേ കർത്താവ്, ഇങ്ങനെ പറഞ്ഞാ കയറുന്നത്. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയരെ, ഇങ്ങനെ ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാളെ നിറയ്ക്കുന്നത് ആ നിറവിന് വേണ്ടി അയാൾ കൊതിക്കണം. ഞാനത് പല നിലകളിൽ കണക്ട് ചെയ്യാം. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കർത്താവ് പറഞ്ഞില്ല, നിങ്ങള് മാളിക മുറിക്കകത്ത് ചെന്നിരിക്കണം, എന്നിട്ട് പത്രോസ് എഴുന്നേറ്റ് ടച്ച് എന്ന് പറയും, അപ്പോൾ ഒരു വലിയ പകർച്ച ഉണ്ടാകും. അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ടച്ചും പറഞ്ഞില്ല. സ്തോത്രം. അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. 1 അല്ല 10 ദിവസം. 10 ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ മേലാതെ ഒരു ശക്തി അയക്കണേന്ന് അവർ പ്രാർത്ഥിച്ചു കാണും. കാരണം അങ്ങനെ ഒരു വേർഡ് അവരുടെ മേൽ വീണിട്ടുണ്ട്.
കർത്താവേ നിറയ്ക്കണേ നിറയ്ക്കണേ നിറയ്ക്കണേ. ഒടുവിലാണ് അവരുടെ മേലെ നിറവ് വന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയരെ, ആരാണോ കാത്തിരിക്കുന്നത് അവരുടെ മേലെ ഒരു നിറവ് വരത്തുള്ളൂ. ആരാണോ ദാഹിക്കുന്നത് അവരുടെ മേലെ ഒരു നിറവ് വരത്തുള്ളൂ. ഇനി ഞാൻ അതിനകത്തൊരു ഒരു ഒരു ദൂതൂടെ പറയാം. ഇന്ന് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ കാലങ്ങളിൽ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം അനീതിയുള്ള ദൈവമല്ലാത്തത് കൊണ്ട് നിന്റെ ദാഹത്തിന്റെ മേൽ ദൈവത്തിന്റെ നിറവിനെ ദൈവം പകർന്നിരിക്കും. പക്ഷെ ഞാൻ പറയാൻ വന്ന കേസ് എന്നാന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആണെങ്കിലും മറ്റേ പുള്ളി എവിടെ ഇടിച്ചു കയറും? കർത്താവ് തുറന്നിട്ട വാതിലൂടെ വരത്തുള്ളൂ. നേരെ വരുന്നു. മറ്റേ പുള്ളി വളഞ്ഞ വഴി കൂടെ കയറി വരുന്നവനാ. എവിടെ ഒരു ഹോള് കാണുമോ അതിലെ കയറി വരും. ഓ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ആരാണോ ചായുന്നത് അവനെ കയറി സ്വാധീനിക്കും. വിപരീത ഉപദേശങ്ങളിലേക്ക് ചായുന്നവന്റെ പിന്നിലെ ബാക്കപ്പ്. ഞാൻ മൈക്ക് ഓഫ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിനെ പൊളിക്കാതെ ആ സ്പിരിച്വൽ ബാക്കപ്പിനെ, ആ വശീകരിക്കുന്ന ദുർഭൂത മണ്ഡലത്തെ തകർക്കാതെ ഇങ്ങനെ കുടുങ്ങിപ്പോയവരെ വിടുവിച്ചെടുക്കുന്നത് പാടാണ്. ഓ ഗ്ലോറി, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോ ഈ വിപരീത ഉപദേശം പറയുന്നവരുടെ പിന്നിൽ, വേദവിപരീതികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നത്, അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ ഓർത്തോണം കേട്ടോ. നിങ്ങൾ എന്താ ഇവിടെ കേൾക്കുന്നത്? ഓർക്കണം. ഓ രാമൻ പറഞ്ഞോട്ടെ, ഓർത്തോണം. എൻഡ് ടൈം ചർച്ച് ഒന്നാമത് കരുതേണ്ടുന്നത് അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അപ്പോസ്തലൻ ഈ സഭകളോട് പറയുന്നത് 18ാമത്തെ വാക്യ, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. കേട്ടോണേ, ആര് വരും? ആ വാക്ക് ഒന്നുകൂടെ പറഞ്ഞേ. ആരാ വരുന്നേ? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ഞാൻ ആ വാക്കിനെ 3ആയിട്ട് തിരിക്കാൻ പോകുക. അന്ത്യകാലം, ഭക്തികെട്ട മോഹം, അതിനെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ സ്തോത്രം, അതിന് ഉപയോഗിച്ചിരിക്കുന്ന കുറെ സമാന പദങ്ങളുണ്ട്. അതിലൊന്നാണ് അന്ത്യനാൾ. അന്ത്യനാൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം എന്നല്ല, ആ സീസൺ. അന്ത്യനാഴിക. മറ്റൊരു വേർഡാണ് എല്ലാറ്റിൻ്റെ അവസാനം. ഇതിനെല്ലാം റെഫറൻസ് ഉണ്ട്. എഴുതുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 1 യോഹന്നാൻ 2:18, 1 പത്രോസ് 4:7, ഇതെല്ലാം അതിനോട് കണക്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ള റെഫറൻസുകളാണ്. അന്ത്യനാഴികയാകുന്നു, അന്ത്യനാളാകുന്നു, എല്ലാറ്റിൻ്റെ അവസാനമാകുന്നു. സ്തോത്രം. അപ്പൊ ഈ അന്ത്യനാൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ അന്ത്യനാളെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് 14 പരം കാരണങ്ങളുണ്ട്. ഈ കാലഘട്ടം അന്ത്യനാളെന്ന് പറയുന്നതിൻ്റെ 14 പരം കാരണങ്ങൾ. ഒന്ന്, 2 തിമോഥെയോസ് 3:1 പറയുന്നു, ദുർഘട സമയങ്ങൾ വരുന്നു. മത്തായി 24:24 പറയുന്നു, കള്ളക്രിസ്തുക്കൾ വരുന്നു. മത്തായി 13:22 പറയുന്നു, കള്ളപ്രവാചകന്മാർ വരുന്നു. 2 തിമോഥെയോസ് 4:4 പറയുന്നു,
വിശ്വാസ തകർച്ചകൾ ഉണ്ടാകുന്നു. മത്തായി 24:7 പറയുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. മത്തായി 24:6 പറയുന്നു, യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കുന്നു. മത്തായി 24:7 പറയുന്നു, ഭൂകമ്പം, ക്ഷാമം, പകർച്ചവ്യാധികൾ ഇവ ഉണ്ടാകുന്നു. മത്തായി 24:12 പറയുന്നു, അധർമ്മം പെരുകുന്നു, സ്നേഹം തണുക്കുന്നു. മത്തായി ലൂക്കോസ് 21:26 പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും അടയാളങ്ങൾ ഉണ്ടാകുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, സമാധാനമെന്നും നിർഭയമെന്നും പറയും, പക്ഷെ അത് വ്യാമോഹമാണ്. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെയാണ്. ചെറിയ ശ്രുതി കേൾക്കും, പിന്നത്തേതിൽ അത് ഭീകരം ആകും. പിന്നീട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഉണ്ടാകും. 1 തെസ്സലോനിക്ക ലേഖനം 3-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. പിന്നീട് പറയുന്നത്, സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ ആ കാലമാണ് ഈ കാലം. 2024 ആമേൻ, ഈ ഡിസംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ 11-ാം തീയതി ഏതാണ്ട് 1 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയാം, ഈ പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും ഉള്ള ഇതുപോലൊരു കാലം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു അന്ത്യകാലത്ത് നിൽക്കുകയാണ്. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന സഭയെ നോക്കി, അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമ്മൾ ഒരു അന്ത്യകാല സഭയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മരിക്കുന്നതിന് മുൻപ് കർത്താവ് വരും. അതാണ് അന്ത്യകാല സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പോരാ, ആമേൻ, ഏറ്റവും താമസമിന അല്ല, ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. സഭ അങ്ങനെ ഒരു സീസണിൽ നിൽക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അന്ത്യകാലം എന്ന് പറയുന്ന മുഴുവൻ ആമേൻ അടയാളങ്ങളും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. സത്യത്തില് 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഒന്ന്, മരണം. എപ്പോഴാന്ന് ആർക്കും അറിയില്ല. ആമേൻ. നമ്മൾ അങ്ങനെ ഒരു സീസണിലാണ് ജീവിക്കുന്നത്. ഞാനൊരു 2-3 മാസത്തിന് മുമ്പ് കാനഡയിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു മോനെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. എനിക്ക് കണ്ടപ്പോഴേ തോന്നി, സ്ട്രോക്ക് ഉള്ള ആളുകൾ നിൽക്കുന്നത് പോലെയാണ് അവൻ നിൽക്കുന്നത്. ഞാൻ അവൻ്റെ പേരൻസിനോട് ചോദിച്ചു, ഇവൻ എന്താ പറ്റിയത്? അപ്പം എന്നോട് പറഞ്ഞു, 8 വയസ്സുള്ളപ്പോൾ ഒരു രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സൈഡില്ല. 8 വയസ്സുകാരന് സ്ട്രോക്ക്. 8 വയസ്സുകാരന് സ്ട്രോക്ക് വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേട്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ അടുത്ത സമയത്തൊക്കെ ഒത്തിരി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു. എന്നാൽ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു മരണമാണ് ജിജിൻ്റെ മരണം. 36 വയസ്സ്. ഇങ്ങനെ എത്ര ചെറുപ്പക്കാർ, എത്ര ചെറുപ്പക്കാർ നമ്മൾ സ്നേഹിച്ച എത്ര ചെറുപ്പക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഒരു 45 വയസ്സിൽ താഴെയുള്ള എത്ര പേരുടെ സംസ്കാരത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കാണും? അങ്ങനെ ഒരു സീസണിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡാനന്തര കാലം. ആരും എപ്പോൾ വേണേലും മരിക്കാം. പണ്ട് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയായിരുന്നു, അപ്പച്ചനും അമ്മച്ചയും ഒക്കെ കാണുമ്പോൾ കുഴിയിലോട്ട് കാലത്തിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ചെറുപ്പക്കാരോടെ. അവരാണ് പിന്നെയും ജീവിക്കുന്നത്. 90 കഴിഞ്ഞ അമ്മച്ചി പയറ് പോലെ നിൽക്കുക. അവർക്ക് കുഴപ്പമില്ലെന്ന്. ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. അതുകൊണ്ട് പണ്ട് ഒരു ഭക്തൻ, ഞാൻ ചിന്തിക്കുന്നത് അതൊരു പ്രവചനാത്മാവിൽ പാടിയതായിരിക്കും. ഒരിക്കലേവരും മരിക്കുന്ന നിശ്ചയ ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. അപ്പം മരണം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം. എപ്പോഴാണെന്നറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴാണെന്നറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങേണ്ട കാര്യമാണ് കർത്താവിൻ്റെ വരവ്.
ആമേൻ. നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല. 1 തെസ്സലോനിക്കലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 2 കാര്യങ്ങളാണ് പറയുന്നു. ഒന്ന്, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന്റെ വരവാകുന്നു. 2, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ. ഈ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത്, എൻ്റെ മകൾക്ക് 22 വയസ്സുണ്ട്. ആ ഒരു പ്രായത്തിൽ നിന്നങ്ങ് പറയുക, സ്തോത്രം, പ്രസവവേദന വരും, അത് ഉറപ്പാണ്. പക്ഷെ ഡോക്ടർക്ക് പോലും അറിയത്തില്ല എപ്പോൾ വരുമെന്ന്. ഒരു ഡ്യൂ ഡേറ്റ് പറയുമെന്നേ ഉള്ളൂ, ഡോക്ടർക്ക് അറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന്. അതുകൊണ്ട് പ്രായമുള്ള അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു 7 മാസം കഴിയുമ്പോൾ തൊട്ടേ ഒരു ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. എപ്പോൾ ഒരാവശ്യം വന്നാലും, അങ്ങനല്ലേ, എപ്പോൾ ഒരാവശ്യം വന്നാലും പോകണം. ഇതുപോലെ 1 തെസ്സലോനിക്കലേഖനം 5-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നത്, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെയാ കർത്താവിന്റെ വരും, ഉറപ്പാ, പക്ഷെ എപ്പോഴാണെന്നറിയില്ല. ആമേൻ. എന്നിട്ട് പറയുന്നത് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കള്ളൻ വരുന്നത്, കള്ളനൊന്നുമല്ല കർത്താവ്. കള്ളൻ വരുന്നതിനൊരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. അയാൾ വിളിച്ചിട്ട്, ഹലോ റെജിയാണോ, ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്ന് മോഷ്ടിക്കാൻ കയറുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടാണോ കള്ളൻ വരുന്നത്. അയാൾ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. ഇതുപോലെയാണ് കർത്താവിന്റെ വരവ്, സമയം നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, 1 മരണത്തിനായിട്ട് ഒരുങ്ങണം, 2 കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. ഒരു പാട്ടുണ്ട്, ഞാൻ പാടുന്നില്ല, പഴയ പാട്ടാ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. ജീവനാകട്ടെ മരണമാകട്ടെ, അതിലേതായാലും എനിക്ക് സമ്മതമാണ്. ഹല്ലേലൂയ. ചിലരുടെ മുഖം കണ്ടിട്ട് എനിക്കൊരു ചെറിയ പേടി തോന്നുന്നുണ്ട്. ഞാൻ ആ വിവരണം അവിടെ അവസാനിപ്പിച്ചു. ചിലരിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി, വല്ല BP വല്ലതും കൂടി ഇനി ഇവിടുന്ന് എടുത്തോണ്ട് പോകണ്ട. എൻ്റെ പൊന്നച്ച, ഞാൻ നിർത്തി. സ്തോത്രം. പക്ഷെ സത്യമാണ് കേട്ടോ, സത്യം. മുന്നാളുകളെ പോലെ അല്ല. ആമേൻ. അപ്പം നമ്മൾ ഒരു അന്ത്യകാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അപ്പോസ്തലൻ പറയുന്നു, ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ, ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. ആരാ? ഒന്നുകൂടെ പറഞ്ഞേ. ഭക്തിയുമായി ഒരു ബന്ധവുമില്ലാത്തവർ. അവരൊരു പക്ഷെങ്കിൽ സഭയ്ക്കകത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. ഭക്തിയുമായി ബന്ധമില്ലാത്തവർ സഭയ്ക്കകത്ത് തന്നെ ആയിരിക്കും, പക്ഷെ ഭക്തിയില്ല. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ഭക്തി ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, ജീവിതം മുഴുവൻ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആരാധനയ്ക്കകത്തിരുന്ന് കോഹ്ലി 6 അടിച്ചോ മെസ്സി ഗോൾ അടിച്ചോ എന്ന് ഫോണിൽ തപ്പുന്ന നിന്റെ സ്തോത്രം ഭക്തിയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല, കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. പണ്ട് പോസ്റ്റ്മാൻ ചോദിച്ചതുപോലെയാ, എല്ലാ ദിവസവും പോസ്റ്റ് കാർഡ് വരും, അവിടെ സുഖം ഇവിടെ സുഖം. ഒരു ദിവസം പോസ്റ്റ്മാൻ ഇത് വായിച്ചു നോക്കിയപ്പോൾ അയാൾ, അവിടെ സുഖം ഇവിടെ സുഖം. പോസ്റ്റ്മാൻ ചോദിച്ചു, അവിടെ സുഖം ഇവിടെ സുഖം, പിന്നെ എനിക്കാണോ സോക്കേടാ? ഇതുപോലെ ഈ ചില ആളുകൾ ഈ ഫോണൊക്കെ എടുത്തോണ്ട് ഈ ചർച്ചിനകത്തൊന്ന് ഇറങ്ങി പോകുന്നത് ഏതാണ്ട് വലിയ കാര്യത്തിന് പോകുന്ന പോലെയാ, ചുമ്മാ വിളിക്കുന്ന. സ്തോത്രം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്നോട് വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല, പ്രാർത്ഥനയിലിരിക്കുമായിരുന്നു, എന്നാൽ പിന്നെ വിളിക്കാമേ, ഇത് പറയാനല്ല ഇറങ്ങി പോകുന്നത്, എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ പോരെ. നമ്മുടെ ഭക്തികേടാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ മിണ്ടുന്നില്ല. കർത്താവിനേക്കാൾ ഉപരി നമ്മൾ മറ്റു പലതിനും പ്രാധാന്യത കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഭക്തികേട്. ഒരാമേൻ പറഞ്ഞേ. ഈ ഭക്തിയെ 2 വിധത്തിലാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കേണ്ടത്. 1 പരാഭക്തി, 2 അപാരഭക്തി. ഈ പരാഭക്തി എന്ന് പറയുന്നത് അത്യുത്തമമായ ഭക്തി. അത് ഒന്ന് ലഭിച്ചിട്ടുണ്ടാകുന്ന ഭക്തിയല്ല, അത് മുഖ്യമായ ഭക്തിയാണ്. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭക്തിയാണ്. അതാ ഈ പരാഭക്തി. എന്നാൽ ഈ അപാരഭക്തി എന്ന് പറയുന്നത് അത് അപൂർണമാണ്, അത് ഔപചാരികമാണ്. ഇങ്ങനെയുള്ളവരെ സ്തോത്രം എന്തെങ്കിലും കിട്ടുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ATM-ൽ കയറിയിട്ടുണ്ടോ? ATM-ൽ ഇല്ല, ATM-ൽ കയറിയിട്ടില്ല. ഉണ്ട്. സ്തോത്രം. ഈ ATM-ൽ നിങ്ങൾ കയറിയിട്ട് എന്തുകൊണ്ട് വിശേഷം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ATM-ൽ ചെന്നിട്ട് കമ്പ്യൂട്ടറിനോട് സുഖമായിട്ടിരിക്കുന്നോ എന്ന് നാളിതുവരെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ATM-ൽ കയറുന്ന ഒറ്റ കാര്യത്തിന് കാശ് എടുക്കണം. ഇതുപോലെയാണ് ചിലർ ചർച്ച വരുന്നത്.
കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൈ പൊക്കി വെറുതെ നാട്ടുകാർ കാണുന്നതിന്. ആമേൻ. ഇതങ്ങ് എല്ലായിടത്തും പ്രകടമാകും കേട്ടോ. ഈ ഭക്തികേടെന്ന് പറയുന്നത് എല്ലായിടത്തും പ്രകടമാണ്. ഈ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വരികയും അത് കിട്ടാതെ വരുമ്പോ പിന്നെ അങ്ങ് എഗനസ്റ്റ് ആകുകയും ചെയ്യുന്നവർ ഭക്തികേട്. പിന്നെ ചിലരുണ്ടല്ലോ, മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം, ലൈവിലുള്ളവര് 1 മിനിറ്റ് ഒന്ന് ക്ഷമിക്കണം, 30 സെക്കൻഡ് മതി. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയില്. കർത്താവ് ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല, അവനങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ മീറ്റിങ്ങിന് വരും. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്? കർത്താവിന്റെ ദാസൻ എല്ലാ ദിവസവും നിന്ന് പ്രസംഗിക്കുന്ന പീഡ. ഒരിക്കലെങ്കിലും ഇത് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും ഇതൊരു സ്തോത്രം പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും ഇത് കൈവക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ പ്രസംഗകൻ ഏറ്റവും അടുത്താ നിൽക്കുന്നത്. ഇതുപോലെയാണ് ചില ആളുകൾ. ഇതുപോലെയാണ് ചില ആളുകൾ. എല്ലാ മീറ്റിങ്ങിനും വരും, എല്ലാ മീറ്റിങ്ങിനും വരും. പക്ഷേ വെറുതെ ഇരിക്കാണ്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആമേൻ. ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്തും ചെയ്യാമെന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് അങ്ങ് ചേഞ്ച് ആകും. അവിടെ ആ വാക്ക് കണ്ടോ? ഭക്തികെട്ട മോഹത്തെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. ഈ ഭക്തികെട്ട മോഹം, അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എപ്പിത്തൂമിയ. ഈ എപ്പിത്തൂമിയ എന്ന് പറയുമ്പോൾ അധമവികാരം എന്ന് വേണമെങ്കിൽ പറയാം. അധമവികാരം. ഈ എന്നോട് പെണങ്ങല്ലേ, നന്നായിട്ട് പാടും, നന്നായിട്ട് ഒക്കെ നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്ന് പ്രസംഗിക്കാൻ കൊടുത്താൽ പ്രസംഗിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കാൻ കൊടുത്താൽ പിന്നെ നൃത്തത്വമില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഈ അൺഗോഡ്ലി ലസ്റ്റ് ഉണ്ട്, ഭക്തികെട്ട മോഹങ്ങൾ, അൺഗോഡ്ലി ലസ്റ്റ്. ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, അൺഗോഡ്ലി ലിസ്റ്റ്. അതായത് ബൈബിൾ അരുതെന്ന് പറഞ്ഞത് എന്തോ അതിനുവേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമുള്ളവർ, അൺഗോഡ്ലി ലസ്റ്റ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ കർത്താവിന്റെ ദാസനാകട്ടെ, പ്രസംഗിക്കാൻ നിൽക്കുന്ന ഞാനാകട്ടെ, ക്രൈസ്റ്റ് സെന്ററിലെ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പിലുള്ള ആളാകട്ടെ, ഇവിടെ നിൽക്കുന്നവർക്കും ലീഡർഷിപ്പിലുള്ളവർക്കും കർത്താവിന്റെ ദാസനെ എല്ലാം ഈ കാണുന്നതേ അറിയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഇതിനെല്ലാറ്റിനും മീതെ ഉണ്ട്. അപ്പൊ സകല അൺഗോഡ്ലി ലസ്റ്റുകളെയും എന്റെ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഈ ദൈവത്തിന്റെ സർവജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പം അത് മനസ്സിലാകാൻ വേണ്ടി പറയും. ഈ 139 സങ്കീർത്തനത്തില് 139 സങ്കീർത്തനത്തിൽ 4 വാക്യത്തില് ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. അത് വേറൊരു പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, ബിഫോർ ഐ ഈവൻ സ്പീക്ക് എ വേർഡ് യു നോ വാട്ട് ഐ വിൽ സേ. ഈ യോഗം കഴിഞ്ഞ് 3 മണിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ, നിർത്താം നേരത്തെ, 3 മണിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അറിയില്ല. ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല ഈ യോഗം കഴിയുമ്പോൾ എന്താ പറയാൻ പോകുന്നത്. പക്ഷെ ദൈവത്തിന് അറിയാവുന്ന ദാവീദ് പറയുന്നത്, നമ്മൾ എന്താണ് പറയാനിരിക്കുന്നതെന്ന്, നമ്മൾ എന്താ ചെയ്യാനിരിക്കുന്നതെന്നല്ല, നമ്മൾ എന്താണ് പറയാനിരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ മേലാത്ത കാര്യം ദൈവത്തിന് അറിയാം.
നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു സർവജ്ഞാനിയായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഏത് കാര്യവും ദൈവത്തിന് അറിയാവുന്ന. അല്ല പറയുന്നത്, ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഹല്ലേലൂയ പരിഹാസികൾ ഉണ്ടാകും. ഇശ്മയേൽ ഒരു പരിഹാസിയായിരുന്നു. നോഹയുടെ കാലത്തെ ജനങ്ങൾ പരിഹാസികളായിരുന്നു. ഈ നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ പരിഹാസികളായിരുന്നു എന്ന് പറയുമ്പം നമ്മുടെ ഒരു കോമൺ ബോധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനത് ഈ KV സൈമൺ സാറിൻ്റെ വേദവിഹാരം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. വേദവിഹാരം അത് ഒത്തിരി പഴയ ദേവദാസന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലായിരിക്കും അത് കാണാൻ സാധ്യതയുള്ളൂ. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഞാൻ ഇതിങ്ങനെ കുറേ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വേദവിഹാരം. അതിനകത്തിൽ നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞത് KV സൈമൺ സാർ എഴുതി വെച്ചിട്ടുണ്ട്. ഭോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ വയഞ്ഞു നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടുമെന്ന് വിധം പൊട്ടനല്ലാതെ ബാധിച്ചിടുവാനുണ്ടാകുമോ? ഉറക്കം കുറഞ്ഞത് കൊണ്ടുവന്ന കറക്കമാണിത്. പക്ഷേ എണ്ണ തേച്ചൊന്ന് രണ്ട് കുളി ഭംഗിയായി ചെയ്തിടുകിൽ ചറുപറ പറയുന്നത് കുറയും. ഭോഷനാണെന്ന് ഇയാള്. ഈ മഴയില്ലാത്ത കാലത്ത് മഴ വരുമെന്ന് പ്രസംഗിക്കുന്ന, വെള്ളം പൊങ്ങാത്ത കാലഘട്ടത്തിൽ വെള്ളം പൊങ്ങുമെന്ന് പ്രസംഗിക്കുന്ന ഇയാൾ ഭോഷനാണെന്ന്. ഇയാളുടെ തലയിൽ സ്ക്രൂ അയഞ്ഞതാണെന്ന്. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വന്നിടുമെന്ന് ഈ വിധം പൊട്ടനല്ലാതെ ബാധിച്ചിടുവാനുണ്ടാകും. ഇയാൾ മഹാപൊട്ടനാണെന്ന്. എന്നിട്ട് പറയും ഉറക്കം കുറഞ്ഞത് കൊണ്ട് വന്ന കറക്കമാണ്. ഉറക്കം കുറഞ്ഞത് കൊണ്ട് വന്ന കറക്കമാണ് ഇതെന്ന്. അതുകൊണ്ട് എണ്ണ തേച്ച് തളം വെച്ചാൽ തലയൊന്ന് തണുക്കും, നല്ലൊരു ഉറക്കം കിട്ടും. അതോടുകൂടെ ചറുവറ പറയുന്നത് പുള്ളി നിർത്തുമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ വേറെ എങ്ങും അങ്ങനെയൊന്നും ആ പരിഹാസത്തെ ഇത്ര ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടില്ല. അത് KV സൈമൺ സാർ എഴുതി വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇശ്മയേൽ ഒരു പരിഹാസിയാണ്. നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ പരിഹാസികളായിരുന്നു. അതുപോലെ ഈ എൻഡ് ടൈം ചർച്ചിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ആമേൻ. ഈ വാസ്തവത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കണം. ആമേൻ. ഈ വാസ്തവത്തിൽ ഈ ബൈബിളിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് കണ്ണാടി. എന്താ ഇത്? കണ്ണാടി. അങ്ങനെ നമ്മൾ വായിക്കുന്നത് കണ്ണാടിയിൽ കടമൊഴിയായി കാണും. ഇത് കണ്ണാടിയാണ്. ആമേൻ. വരാനുള്ളതിനെ കാണാനുള്ള കണ്ണാടി. സ്തോത്രം. ഇപ്പൊ ഞാൻ എന്താണ് എന്ന് എന്നെ കാണാനുള്ള കണ്ണാടി. നമ്മൾ നോക്കേണ്ടടുത്ത് നോക്കത്തില്ലല്ലോ. നമ്മൾ സങ്കീർത്തനത്തിലാണ് ഈ കിടന്നുരുളുന്നത്. അതുകൊണ്ട് ഈ ബൈബിൾ അടച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ സെൻറ്റർ പാർട്ട് ഇങ്ങനെ കുത്തിക്കെട്ട് വിട്ട് മുന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ കുറ്റിയടിച്ച സങ്കീർത്തനം, കല്ലിട്ട സങ്കീർത്തനം, കട്ടള വെച്ച സങ്കീർത്തനം, കുഞ്ഞ് ജനിച്ച സങ്കീർത്തനം, കല്യാണം നടന്ന സങ്കീർത്തനം, ഉപവാസ പ്രാർത്ഥനയിൽ സങ്കീർത്തനം, വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ സങ്കീർത്തനം. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സങ്കീർത്തനത്തിനകത്താണ്. ഞാനത് ചിന്തിക്കുന്നത്, സങ്കീർത്തനം നല്ലതാണ്, പക്ഷേ നമ്മളെന്താ ഈ കൂടുതൽ സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ ശ്രദ്ധാലുക്കളാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചില വൈകാരികതകളുമായിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ട്. എന്നെ തൊട്ടവനെ കർത്താവെ തട്ടിയേക്കണേ, ഈ ഒരു മെന്റാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധനം ഇതിനകത്തുണ്ട്. സ്തോത്രം. എന്നെ തൊട്ടവനെ, അവൻ്റെ മുതുകത്ത് വലിയ കല്ല് കയറ്റി വെക്കണേ കർത്താവെ, അവൻ്റെ തലയിൽ കൂടെ മനുഷ്യരെ കയറ്റി ഓടിക്കണേ. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു മെന്റാലിറ്റിയുമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് കണക്റ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയാം, ഞാനതിനെ വിമർശിച്ചതല്ല. സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും സങ്കീർത്തനം വായിക്കുന്ന പാസ്റ്ററാണ്. പക്ഷേ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഗതി കണ്ടു കഴിഞ്ഞാൽ പഴയ നിയമ പശ്ചാത്തലമാണ് അതെന്ന് ഞാൻ പറയും. സ്തോത്രം. ഇത് പഴയ നിയമ പശ്ചാത്തലമാ എന്ന് പറഞ്ഞാൽ വിശ്വാസി എടുക്കണ്ട. ഹലോ, അത് ന്യായപ്രമാണത്തിലുള്ള കാര്യമാണ്, നിങ്ങൾ എടുക്കണ്ട എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളുടെ ഉപദേശം ലേഖനത്തിലായതുകൊണ്ട് ഇടയ്ക്ക് ഇതൊക്കെ വായിക്കണം. അപ്പം നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ
വരാനിരിക്കുന്നത് നമ്മൾ കാണുന്ന കണ്ണാടി പുസ്തകമാണ്. നമ്മുടെ ജീവിതം നമ്മൾ കാണുന്ന പുസ്തകവും കണ്ണാടിയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞത് വല്ലതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടോന്ന് ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇതിനകത്ത് നോക്കണം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വല്ലതും നമ്മളിൽ ഉണ്ടോ. ഉണ്ടെങ്കിൽ സംഗതി അപകടമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ വേറെ ആരുടെയും മുഖമായിട്ട് കാണുമോ? എൻ്റെ മുഖം കണ്ണാടി നോക്കിയാൽ ഞാൻ എന്നെ കാണും. എൻ്റെ മുഖത്ത് എന്തുണ്ടോ അത് കാണും. ഇതുപോലെ പുസ്തകത്തിൽ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണും. ആമേൻ. ഇനി ഈ അന്ത്യകാലത്ത് ഇവർ ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അവരെ കുറിച്ച് പറയുന്നത്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എല്ലാവരും കൂടെ പറഞ്ഞ് 19ാമത്തെ വാക്യാണ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എൻ്റെയും ചർച്ചിന്റെ ഒരു വലിയ പ്രോബ്ലമാണ്. അവരെന്ത് ചെയ്യും? ഈ ഭിന്നത ഉണ്ടാക്കുമെന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രകടമായ ലക്ഷണം, അവര് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് അവർക്കങ്ങ് തോന്നും. സ്വോത്രം. ഞാൻ നേരത്തെ ഇരുന്ന ഒരു ചർച്ചിലെ ഞങ്ങൾ ഈ ട്രാൻസ്ഫർ ആകുന്ന പാസ്റ്ററാണ്. അപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെ 3 വർഷം കഴിയുമ്പോൾ ഒരു ചർച്ചിൽ നിന്ന് അടുത്ത ചർച്ചിലോട്ട് പോകും. അങ്ങനെ ട്രാൻസ്ഫർ സിസ്റ്റം ഉള്ള ചർച്ചിലെ പാസ്റ്റർ. അപ്പം അങ്ങനെ ഒരു ചർച്ചിൽ പാസ്റ്റർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു അമ്മാമ്മയുണ്ട്. എന്നും 21, 14, 7 ഒക്കെയാണ്. പക്ഷെ അമ്മാമ്മയ്ക്ക് ഒരു പ്രശ്നം, ചിലരടുക്കിലിരുന്നാൽ അമ്മാമ്മയ്ക്ക് പിന്നെ ആരാധിക്കാൻ പറ്റത്തില്ല. അപ്പം അന്നത്തെ ദിവസം പറയും, എൻ്റെ പാസ്റ്ററേ ഇല്ല, അവള് വന്ന് എൻ്റെ അടുക്കലോട്ട് ഇരുന്നിട്ട് എന്നെ അങ്ങ് ബന്ധിച്ച് കളഞ്ഞു പാസ്റ്ററേ. അയ്യോ, എനിക്കങ്ങ് ആരാധിക്കാനൊന്നും പറ്റിയില്ല, അവളങ്ങ് ബന്ധിച്ച് കളഞ്ഞു. പാവം പിടിച്ച സഹോദരി. ഈ അമ്മാമ്മയുടെ അത്രയും ഒച്ചയൊന്നും ഇല്ല, വലിയ കയ്യടിയൊന്നും ഇല്ല, പക്ഷെ സാധുവാ. വന്ന് അടുത്തോട്ട് ഒന്ന് ഇരുന്നതാ. അപ്പോഴത്തേന് പറഞ്ഞു ബന്ധിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വെറും ജഡീകരാണ്. ഞാൻ ഇങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇപ്പോ ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞാൻ അങ്ങ് അത്ര സ്പിരിച്വലാ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവരെ വിളിക്കുന്ന പേരാണ് ഭിന്നത ഉണ്ടാക്കുന്നത്. എടാ, ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം വെച്ചപ്പോ പെട്ടകം പെട്ടിയായില്ല. ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം ഇരുന്നാലും പെട്ടകമാണ്. ഓ, ഒരു നല്ല ആമേൻ പറ. പെട്ടകം എവിടെ ചെന്നാലും പെട്ടകം തന്നെ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂത് നമ്മൾ വായിച്ചു വരുമ്പോൾ, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. പെർഗമോസ്. അത് സംഭവം എന്താണെന്നറിയോ? സാത്താൻ അവിടെ കണ്ട് ചെയറിട്ടിരിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. 800 അടി ഉയരത്തിൽ പണിതിരിക്കുന്ന അസ്കലയോപയസ് എന്ന് പറയുന്ന സർപ്പദേവതയുടെ ക്ഷേത്രം അവിടെയുണ്ട്. അവിടെയാണ് സഭ. നമ്മളാണെ പറഞ്ഞതിന് വാദിച്ചു നിൽക്കുന്ന ചില പോരുകൾ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. എടാ, ലൂസിഫർ സിംഹാസനം ഇട്ടിരിക്കുന്നത് പോലെ ഈ അസ്കലയോപയസ് 800 അടി ഉയരത്തിൽ അത്രയും വലുപ്പത്തിൽ പണിതിരിക്കുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്ന ഇടത്ത് സഭ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറയാം, അസ്കലയോപയസിന്റെ സിംഹാസനത്തിന്റെ താഴെ വേണമെങ്കിലും ആമേൻ സഭയ്ക്ക് നിൽക്കാൻ പറ്റും. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴേ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് കൃപയിൽ ജീവിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന സഹോദരി ബന്ധിച്ചെന്ന് പറയുന്നത്, ഇവർക്ക് മറ്റുള്ളവരെക്കാൾ എന്തോ വിശേഷതയുണ്ടെന്ന് അങ്ങ് കരുതുക. ഞാനാണ് ഈ ചർച്ചിൽ എൻ്റെ അത്രയും വെളിപ്പാടുള്ള ആരുമില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആദ്യം. ഞങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും അതൊന്നും ഇല്ലെന്നേ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഭിന്നത ഉണ്ടാക്കുന്നവർ. അതായത് മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ വേർതിരിച്ചിട്ട് ഞങ്ങൾക്കെന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ, ഡിവിഷൻ ഉണ്ടാക്കുന്നവർ. ആമേൻ. എൻ്റെയും ചർച്ചിൽ ഇത് വളരുക. അവരെ പോലെ ഒന്നുമല്ല ഞങ്ങൾ. മറ്റേ പരീക്ഷ പ്രാർത്ഥിക്കാൻ പോയില്ലേ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അയാൾ പറഞ്ഞതല്ലേ സത്യമാണ്. ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെയും പാതാരം കൊടുക്കുന്നു. ഈ ചതകുപ്പയിലും പെരിഞ്ജീരകത്തിലും ഒക്കെയാണ്. അതായത്
നിങ്ങൾ ആരെങ്കിലും പെരുംജീരകം എണ്ണിയിട്ടുണ്ടോ? പറ. ഈ പുള്ളി 100 ജീരകം എടുത്താൽ അത് എണ്ണും. 100 ജീരകം ഇങ്ങനെ എണ്ണും. 90 പുള്ളിക്കും 10 പള്ളിക്കും. അങ്ങനെ എണ്ണിയെടുക്കുന്ന പുള്ളിയാ. സ്തോത്രം. കിട്ടുന്നതിനൊക്കെ പതാരം കൊടുക്കുന്നെന്ന്. ചതകുപ്പയിലും പെരുജീരകത്തിലും എല്ലാം പതാരം കൊടുക്കുന്നയാളാണ് അദ്ദേഹം. പറഞ്ഞ സത്യം. ആഴ്ച 2 വട്ടം ഉപവസിക്കും. കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കും. സത്യമാണ് സംഗതി, തെറ്റൊന്നുമല്ല. പക്ഷെ അയാളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ ഇവനെ പോലെ അല്ല. സ്തോത്രം. അപ്പൊ ഇയാൾ പറഞ്ഞില്ലേ ഈ നിൽക്കുന്നവനെ പോലെ അല്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അയാളിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അയാൾ മാറത്തടിച്ച് അവിടെ നിലവിളിക്കുക. കർത്താവ് ഇത് രണ്ടും നോക്കിയിട്ട് ചോദിക്കുക, ആരാ നീതീകരിക്കപ്പെട്ടത്? അവരെ പോലെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഭയങ്കര വെളിപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഡിവിഷൻ ഉണ്ടാക്കുന്നവൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആമേൻ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. ആമേൻ. മതഭേദം ഉണ്ടാക്കുന്നവർ, സ്കീസം, മതഭേദം ഉണ്ടാക്കുന്നവർ. ആമേൻ. 1 തിമോഥെയോസ് 6:3 നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. എൻ്റെയും ചർച്ചിനകത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. തർക്കത്തിന്റെ വാഗ്വാദത്തിന്റെ ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്താണ്? അസൂയ, ഷണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി, സത്യത്യാഗികളായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാക്കുന്നു. അടുത്തൊരു വാക്കുണ്ട്, അത് ബ്രാക്കറ്റിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടത്. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അത്രയും പറഞ്ഞ് ഞാൻ വിട്ടത്. ആമേൻ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. Glory to God. ആമേൻ. അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് അവർ പ്രാകൃതന്മാർ. ഹലോ, ഇത് വല്ലതും ഉണ്ടോന്നേ ചർച്ചിനകത്ത്? നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വല്ലതും ഉണ്ടോന്നേ? അവർ പ്രാകൃതന്മാർ. പ്രാകൃതൻ സെൻഷ്വൽ ആണെന്ന്, അതായത് വിഷയാസക്തിയുള്ളവൻ, ആത്മീയരാണെന്ന് വെറുതെ അവർ പ്രശംസിക്കുകയും ജഡീകരായി തുടരുകയും ചെയ്യുന്നവർ. ഈ ജഡീകൻ ആരാണെന്ന് അറിയണം കേട്ടോ. ആത്മവളർച്ച ഇല്ലാത്തവനാണ് ജഡീകൻ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിയുള്ളൂ. അവ കണ്ടോ, ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. സ്തോത്രം. എന്നിട്ട് പറയുക, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് കഴിവായിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ സ്തോത്രം. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകരല്ലോ. അന്നും കഴിവില്ല, ഇപ്പോഴും കഴിവില്ല. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഷെയർ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനെ കുറിച്ച് ഭയങ്കര ധാരണയാണെങ്കിലും പുസ്തകത്തിൽ നിന്ന് കേൾക്കുമ്പോ അച്ഛൻ എവിടുന്ന് അറിയത്തില്ല, ഒരു ഉറക്കം കയറി വരും. ഹിപ്പോപ്പൊട്ടാമസ് ഇത്രയും വാവിളിക്കത്തില്ല, ആ ടൈപ്പിൽ വാവിളിച്ചോളെ. സ്തോത്രം. അവരുടെ കുറ്റമല്ല, ജഡീകനാണ്. ജഡീകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപി എന്നല്ല അതിൻ്റെ അർത്ഥം, വളർച്ചയില്ല. അതാ വിശ്വാസി എന്നിട്ട് എത്ര വർഷമായി? 40 വർഷം. മീഖയുടെ പ്രവചനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും ഉൽപ്പത്തിയുടെ ഇപ്പുറത്ത് തപ്പും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, ഇങ്ങനെ തപ്പി മീഖയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ വിരൽ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് 1364-ാമത്തെ പേജ്, എന്നിട്ടാണ് പുള്ളി മീഖ എടുക്കുന്നത്. പുസ്തകമായിട്ട് ഒരു പരിചയമില്ല. ഇവരെ പൗലോസ് വിളിക്കുന്ന പേരാണ് ജഡീകന്മാർ. സ്തോത്രം. ഗോലിയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അയ്യോ, എന്നാ വെളിപ്പാടായിരുന്നത്. ചിലർ ഈ പറയുന്ന വെളിപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ
കർത്താവ് പോലും അതിശയിച്ചു പോകും. ഗോലിയാത്ത് എടുത്ത ദാവീദ് എടുത്ത 5 കല്ല് മൂർച്ചയുള്ള കല്ലാണെങ്കിൽ സഞ്ചി കീറിപ്പോവും. സഞ്ചി സഭയാണ്. എന്തെല്ലാം വ്യാഖ്യാനിച്ച് വെക്കുന്നതെന്നറിയോ? കർത്താവ് പോലും അറിയാത്ത കാര്യങ്ങളാണ്. ചിലരങ്ങനെയൊക്കെയാണ്. കർത്താവ് അറിയാത്ത കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് കളയും. സ്വതന്ത്രം. ഒരാൾ ക്രൂശീകരണം പ്രസംഗിച്ചാൽ പറഞ്ഞു, അവൻ്റെ അസ്ഥികളുടെ ഇടയിൽ കൂടി വിരലിട്ടവർ വലിച്ചു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, കർത്താവ് പോലും അറിഞ്ഞിട്ടില്ല അതൊന്നും. കർത്താവ് അറിയാത്ത കാര്യമാണ് പലരും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗോലിയാത്തിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ കാതലായിട്ടുള്ള കാര്യം പറയുമ്പോൾ, സ്തോത്രം, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവരല്ലേ. നിനക്കെതിരെ പോരാടി നിൽക്കുന്ന പോരിനെ ഇന്ന് രാത്രി കർത്താവ് പൊളിക്കാൻ പോവാന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തെറിഞ്ഞിട്ടാണേലും അമ്മാമ്മയെ ആരാധിച്ചകളെ. പക്ഷെ സ്വർഗത്തെക്കുറിച്ചോ സിംഹാസനത്തെക്കുറിച്ചോ കർത്താവിനെ കുറിച്ചോ ദൈവത്വത്തെക്കുറിച്ചോ ആളത്വത്തെക്കുറിച്ചോ പറയുമ്പോൾ അമ്മാമ്മയ്ക്ക് ഒരനക്കവും ഇല്ല. ബുദ്ധിയുടെ പ്രസംഗമായിരുന്നു. ഇങ്ങനെ പുസ്തകം മനസ്സിലാകാത്തവരാണ് ജഡികന്മാർ. അപ്പൊ അവരെ കുറിച്ച് പറയുന്നു, അവര് ഭിന്നത ഉണ്ടാക്കുന്നവർ. 2, അവർ പ്രാകൃതന്മാർ. 3, അവർ ആത്മാവില്ലാത്തവർ. എൻഡ് ടൈം ചർച്ചിനകത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാക്യങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. യൂദയുടെ ലേഖനം 17-ാമത്തെ വാക്യം തൊട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഇനിയും എൻഡ് ടൈം ചർച്ചിലെ അടുത്ത കൂട്ടരെ കുറിച്ച് അവിടെ വിളിക്കുന്നുണ്ട്. നിങ്ങളോ പ്രിയമുള്ളവരെ. നിങ്ങളെ വാക്കുണ്ടോ? അവർ, നിങ്ങളോ. ആ വ്യത്യാസം കണ്ടോ? ഏതാ? അവർ, പിന്നെ നിങ്ങളോ. ആരാ അവർ? ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അതാണ് അവർ. ഈ യൂദയുടെ ലേഖനത്തിൽ ആവർത്തിച്ച് ഈ വ്യത്യാസം കാണാം. നിങ്ങൾ വേണമെങ്കിൽ യൂദയുടെ ലേഖനത്തിൽ ആ അവർ എന്ന പദം ഒരു ചിലയിടങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച്. ഞാൻ പെട്ടെന്ന് ആ വാക്കുകൾ പറയും. യൂദയുടെ ലേഖനത്തിൽ അവർ എന്ന് പറയുന്ന ആ പദം, സ്തോത്രം, അവർ. ആമേൻ. ഞാൻ റെഫറൻസുകൾ പെട്ടെന്ന് പറയും യൂദയുടെ ലേഖനത്തിൽ നിന്ന്. 11-ാമത്തെ വാക്യം നോക്കിയേ. അവർക്ക് അയ്യോ കഷ്ടം. 15-ാമത്തെ വാക്യം നോക്കിയേ. 15-ാമത്തെ വാക്യം. ഇതാ കർത്താവ് എല്ലാവരും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരും വന്നിരിക്കുന്നു. അവർ. ഓക്കെ. 16-ാമത്തെ വാക്യം നോക്കിയേ. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ അമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. 18-ാമത്തെ വാക്യം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അവർ എന്ന് പറഞ്ഞ 18-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 19-ാമത്തെ വാക്യം നോക്കി. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. ഇവിടെയെല്ലാം അവർ 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 എന്ന് പറയുന്ന പദം നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറ, നിങ്ങളോ. ഇങ്ങോട്ട് നോക്കിയേ. എൻഡ് ടൈം ചർച്ചിനകത്ത് 2 ഗ്രൂപ്പുണ്ട്. അവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഹലോ, അവരിൽ നിന്ന് ഒരു 10 അടി അകലം പാലിച്ചോണം കേട്ടോ. അവരോട് ചേർന്ന് നിൽക്കരുത്. ഡിവിഷൻ ഉണ്ടാക്കുന്നവരുമായിട്ട്, മതഭേദം ഉണ്ടാക്കുന്നവരുമായിട്ട് ചേർന്ന് നിൽക്കരുത്. മാറി നിന്നോണം. അവർ. നിങ്ങൾ മിണ്ടുന്നില്ല. പവർ ഓഫ് ഗാഡ്. ഞാൻ പറയാം, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം. കയ്പിന്റെ വേര് മുളച്ചിട്ട് അനേകർ അതിനാൽ മലിനപ്പെടുന്നു. വാസ്തവത്തിൽ കയ്പിന്റെ വേര് ഒരാളിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇയാൾ ഇങ്ങനെ വിളിക്കും. ചർച്ചിന്റെ ഡയറക്ടർ നോക്കിയിട്ട്, അച്ഛാ പ്രൈസ് ലോർഡ് അച്ഛാ,
ഇന്നാളെ വിളിക്കുന്ന, സുഖമായിട്ടിരിക്കുന്നു, ചെന്നെ ഓർമ്മയില്ലയോ എന്നൊക്കെ പറഞ്ഞ് ബന്ധം ഉണ്ടാക്കും. എന്നിട്ട് ചെന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ട് പതുക്കെ ഇങ്ങനെ കാര്യങ്ങൾ എടുത്തിടും, ചാക്കിടും. അച്ഛൻ അത് നമുക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു, ആ പറഞ്ഞത് കേട്ടില്ലായിരുന്നു, ഈ പറഞ്ഞത് കേട്ടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഈ അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കയ്പിൻ്റെ ഇഞ്ചക്ഷൻ ഇങ്ങനെ കൊടുത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛനെ തിരിച്ചു. സ്വതന്ത്രം. അവർ പിന്നെയും അടുത്ത വീട്ടിൽ, അപ്പൊ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു കൂടി. നേരത്തെ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇവർ രണ്ടുപേരായി. മൂന്നാമതൊരാളുടെ അടുക്കൽ ചെന്ന് ഇഞ്ചക്ഷൻ തുടങ്ങി. തിങ്കളാഴ്ച ആ അച്ചായൻ ഇഞ്ചക്ഷൻ ചെയ്യും, ചൊവ്വാഴ്ച ഈ അച്ചായൻ ഇഞ്ചക്ഷൻ ചെയ്യും, ബുധനാഴ്ച രണ്ട് അമ്മാമ്മമാരും കൂടി ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു 2-3 ആഴ്ചക്കകത്ത് അച്ചാനെ മറിച്ചു. ഗ്രൂപ്പ് 3 ആയി. വളരുക. ഒരാളിൽ ഉണ്ടാകുന്ന കയ്പ് പലരിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് അവരെ കൂടെ അങ്ങ് മലിനമാക്കുക. അതാ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഈ കഴിച്ച് നടക്കുന്നവനുമായിട്ട് ഒരു 10 അടി അകലം പാലിച്ചോണം. കാരണം കയ്പ് അവൻ ഇമ്പാർട്ട് ചെയ്യും. ഇതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ സഹോദരൻ എന്ന് പേർ പറയപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ ഇങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, അവരോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. സ്വോത്രം. ഭിന്നത ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയാണ് ഡൈനിങ് ടേബിൾ. ഗ്ലോറി. അച്ഛാ, ഇന്ന് പാരഗണിലോട്ടൊന്ന് പോകാം. അച്ഛാ, പാരഗണിൽ പോയി ടേബിളിന് ചുറ്റും ഇരുന്ന് ഞാനും ബട്ടർ ചിക്കനും കഴിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കയ്പിന്റെ ഇഞ്ചക്ഷൻ തുടങ്ങിയ അച്ചായ. ഹല്ലേലൂയ. 10 അടി അകലം പാലിച്ചാണ്. അവർ ഇവർ കലക്കുന്നവരാ, ഇവർ നശിപ്പിക്കുന്നവരാ, ഇവർ സഭയുടെ സ്വസ്ഥതയെ കെടുത്തുന്നവരാ, ഇവർ ഗ്രോത്തിനെ തടയുന്നവരാ, ഇവർ ഏത് നന്മയ്ക്കും എതിര് നിൽക്കുന്നവരാ. അവർ, അതാ യൂദയുടെ ലേഖനം പറയുന്നത്. അവർ എന്നിട്ട് പറയും, നിങ്ങളോ പ്രിയമുള്ളവരെ. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. എന്നാ? ശബ്ദം ഉയർത്തി പറ. ഒന്നുകൂടെ പറ. നിങ്ങളോ. നിങ്ങളോ. സ്തോത്രം. നിങ്ങൾ വ്യത്യസ്തരാണെന്ന്. നിങ്ങൾ വ്യത്യസ്തരാണ്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ വ്യത്യസ്തരാണ്. ഓ ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത് 1-5 വാക്യം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. 12 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നിങ്ങളോ. 17 വാക്യത്തിൽ കാണുന്നു, നിങ്ങളോ പ്രിയരെ. 20 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ. കേട്ടോ, ആ നിങ്ങൾ എന്ന് പറയുമ്പോ അവിടെയെല്ലാം വിളിക്കുന്ന പേരെന്താ? പ്രിയമുള്ളവരെ. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു. എന്നാ? നിങ്ങൾ ആരാ? അവർ ആരാ? ഭിന്നത ഉണ്ടാക്കുന്നവർ. അവർ ആരാ? പ്രാകൃതന്മാർ. അവർ ആരാ? ആത്മാവില്ല. ആത്മാവില്ലാത്ത എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു കാര്യം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? PhD ഉള്ളത് കൊണ്ടല്ല ഒരാൾ ആത്മീകനാകുന്നത്, ആത്മാവുള്ളത് കൊണ്ടോ? മിണ്ടുന്നില്ല. ആത്മാവുള്ളത് കൊണ്ട് ഒരുവൻ ആത്മീകനാകുന്നത്. ഞാൻ ഈ ആത്മാവുമായി കണക്ട് ചെയ്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക്. ഈ ആത്മാവ് നിങ്ങൾ ശ്രദ്ധിച്ചേ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണേ പോലും ആത്മാവ് വേണം കേട്ടോ. സ്വതന്ത്രം. എന്നോടൊപ്പമുണ്ടോ? വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചുവിടല്ലേ. ഞാൻ സത്യം പറയുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പോലും ആത്മാവ് വേണം. ഞങ്ങളൊക്കെ അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അങ്ങ് അടക്കുന്നേ. ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മുഖമൊക്കെ മൂടിയിട്ട് പിന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും കൂട്ടത്തിൽ ഈ ശരീരവും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ
പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂഴിക്കെ ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവെ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. എന്നെ കൊണ്ട് പറഞ്ഞു നിർത്തിയിട്ട് ഒറ്റ പാട്ടൂടാ. പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും. അയ്യോ, അന്തരീക്ഷമൊക്കെ ആ പാട്ടും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് ഉറപ്പിക്കും, അച്ഛാ എൻ്റെ പേര് വിളിക്കും. അച്ഛാ, ആത്മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? SX 900 അതിന്റെ റിതം. പിന്നെ സുജിത് ബ്രദർ വന്നു കഴിഞ്ഞാൽ തൈറോസ് 5. അയ്യോ, ഭയങ്കര സംഭവമാണ്. ഇതെല്ലാം ഇങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ചെറുകെ ഒന്ന് ആടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ സ്വോത്രമൊക്കെ പറഞ്ഞ്. പക്ഷെ ആത്മാവുമായിട്ട് ബന്ധമുണ്ടോ? പാട്ട് കേൾക്കുമ്പോ കൈയടിക്കുന്നോ എന്നുള്ളതല്ല ചോദ്യം. ആത്മാവുമായിട്ട് ബന്ധമുണ്ടോ? ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ പറയുന്നല്ല. റോമലേഖനം 8-11 വാക്യം അത് കാണിക്കണം. അത് കാണിച്ചില്ല ശരിയാകത്തില്ല. റോമർ 8:11 പെട്ടെന്ന്. റോമർ 8:11 നിങ്ങൾ വായിച്ച, എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. ആ എങ്കിലെന്നുള്ളതിനാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഒന്നുകൂടെ പറഞ്ഞേ, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും, അപ്പൊ മർത്യ ശരീരങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് വസിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഉപവാസ പ്രാർത്ഥന നല്ല സമയം കേട്ടോ. പരിശുദ്ധാത്മാവിൽ നിറയണം. സ്വോത്രം. നിങ്ങളുടെ അടുത്ത ഒരു 10 ദിവസത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, കർത്താവ് എന്നെ നിറയ്ക്കണം എന്നുള്ളതായിരിക്കണം. എന്നെ നിറയ്ക്കണം. പെട്ടി പൊളിയണ്ടേ? കല്ലറ തുറക്കണ്ടേ? ഒന്നുകൂടെ പറഞ്ഞോ. ഗ്ലോറി ടു ഗോഡ്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. അപ്പൊ ആത്മാവില്ലാത്തവരെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു വാക്യം കൂടെ പറയാം. വേറൊരു വാക്യം, അതിന്റെ ഭീകരത. റോമലേഖനം 8-ാം തന്നെ 9 വാക്യം. അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. ഞാൻ പറഞ്ഞല്ലെന്ന്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? ഞാനല്ല പറഞ്ഞ. ഈ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. എല്ലാവരും കൂടെ ചേർന്നൊന്ന് വായിച്ചേ. ശരിയാണെന്ന് നോക്കട്ടെ. 9 വാക്യം. അടുത്തത് നമുക്ക് കേൾക്കേണ്ടത്. ക്രിസ്തുവിന്റെ, ഉച്ചത്തിൽ പറ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ. ഈ ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ കാണാൻ ഭയങ്കര സുന്ദരനാണ്, കാണാനൊക്കെ ഭയങ്കര സുന്ദരനാണ്. പക്ഷെ ആത്മാവില്ലെങ്കിൽ ക്രിസ്തുവിനുള്ളതല്ല. നീ കാണാൻ സംഗതി സുന്ദരനൊക്കെയാണ്, സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആത്മാവില്ലെങ്കിൽ കർത്താവിൻ്റെതല്ല. ഓ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ടാ പറഞ്ഞേ, അവരെ പോലെയല്ല നിങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രിയമുള്ളവരെ എന്നുള്ള പദം ഇങ്ങനെ പഠനവിധേയമാക്കിയേ. അവിടെ പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ അഗാപ്പിറ്റോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അഗാപ്പിറ്റോസ് എന്ന് പറയുമ്പോൾ ബിലവഡ്, ഡിയർ, ഫേവറൈറ്റ് എന്നൊക്കെയാ. ഓ, നമ്മൾ ആരാ? ദൈവത്തിന് പ്രിയരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള ആളുകളാണ്.
ദൈവത്തിന്റെ പ്രിയർ. ശബ്ദം ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ അവരെന്തും ചെയ്യട്ടെ, അവർ ആ പറഞ്ഞ ഗ്രൂപ്പ് എന്തും ചെയ്യട്ടെ, പക്ഷെ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മളോട് എന്നാ പറയുന്നത്? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, എന്നാ വിശ്വാസമാ? മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കെട്ടുപണി ചെയ്തതല്ല, മറ്റുള്ളവരുടെ താല്പര്യത്തിൽ കെട്ടുപണി ചെയ്തതല്ല. ആമേൻ. നിങ്ങളുടെ മേൽ ഉള്ളത് ആ അതിവിശുദ്ധ വിശ്വാസം, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജീസസ് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. ആമേൻ. എന്നാ വിശ്വാസമാ? നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. പോരാ പോരാ, ശബ്ദം ഉയർത്തി പറ. നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തിന്റെ പേര് പറഞ്ഞേ. ഓ, എല്ലാരും പറഞ്ഞില്ല. നമ്മൾ നിൽക്കുന്ന വിശ്വാസത്തിന്റെ പേര് പറഞ്ഞേ. ശബ്ദം ഉയർത്തി. അതിവിശുദ്ധ വിശ്വാസം. ഒന്നുകൂടെ പറ, അതിവിശുദ്ധ വിശ്വാസം. ജീസസ്. ഞാൻ ആ ഫെയ്ത്തിനെ ഒത്തിരി വിശാലമായിട്ട് പറയേണ്ടതാ, പക്ഷെ അത് പറയാനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല. ആമേൻ. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. ഞാൻ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ റിയൽ ഫെയ്ത്ത്, കർത്താവിലുള്ള ആ വിശ്വാസം, വരുവാനുള്ള നിത്യതയിലുള്ള ആ വിശ്വാസം, അതാണ് അതിവിശുദ്ധ വിശ്വാസം. നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് കേവല രോഗസൗഖ്യത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമല്ല, നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, എന്നാ വിശ്വാസമാ? ശബ്ദം ഉയർത്തി പറ, എന്നാ വിശ്വാസമാ? അതിവിശുദ്ധ വിശ്വാസം. ആമേൻ. അവരെന്തും ചെയ്യട്ടെന്ന്. ഏതേ? ആ ഒന്നാമത്തെ ഗ്രൂപ്പുകാർ. ആമേൻ. എൻ ടൈം ചർച്ചിലുള്ള ആ ഒന്നാം ഗ്രൂപ്പുകാർ എന്തും ചെയ്യട്ടെ. പക്ഷെ നമ്മെ കുറിച്ച് പറയുക, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അടുത്ത വാക്ക് കണ്ടോ? നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. എന്നാ? നിങ്ങൾക്ക് തന്നെ. പോരാ, ഒന്നുകൂടെ പറഞ്ഞ, നിങ്ങൾക്ക് തന്നെ. നമുക്ക് ആത്മീക വർധന വരുത്തുന്ന, ആത്മീക വർധനവ് തൈലത്തിനകത്ത് ഇരിക്കുന്നതല്ല, പാരച്ചൂട്ട് വെളിച്ചെണ്ണക്കകത്തല്ല ആത്മീക വർധനം ഇരിക്കുന്നത്, ഒലിവ് ഓയിലിനകത്തല്ല ആത്മീക വർധനം ഇരിക്കുന്നത്. ആത്മീക വർധനവ് വരുന്നതല്ല, വരുത്തുന്നതാണ്. എല്ലാവരും കൂടെ പറഞ്ഞ ആത്മീക വർധനവ്. എന്റെയും ചർച്ചിനകത്ത് ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞ അവരുണ്ട്, രണ്ടാമത് ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള നിങ്ങളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ ദൈവത്തിന്റെ ഫേവറായിട്ടുള്ള ആ ആളുകൾ, പ്രിയമുള്ളവർ, അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അവരവർക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. ഈ ആത്മീക വർധനം എന്ന് പറയുമ്പോൾ ഒയ്ക്കഡോമായി എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒയ്ക്കഡോമായി എന്ന് പറയുമ്പോൾ പണിതുയർത്തുക, വളർത്തിയെടുക്കുക, ഒരു വീട് പണിയുന്നത് പോലെ. ഈ ഒയ്ക്കഡോമായി എപ്പോഴും ഗ്രഹനിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നത്. ഗ്രഹനിർമ്മാണം, വീട് പണിയോടുള്ള ബന്ധത്തിൽ. ഒരു വീട് പണിത് ഒരു ദിവസം കൊണ്ട് തീരുകയല്ലോ. വീടിങ്ങനെ ഇതിങ്ങനെ തുടർമാനമായി പണിയുക, വീട് ഇങ്ങനെ തുടർമാനമായി പണിയുക. ഇതുപോലെയാണ് ആത്മീക വർധനവ്. തുടർച്ചയായിട്ട് വളർത്തി വളർത്തി വളർത്തി. ഓ ജീസസ്. തുടർച്ചയായിട്ട് വളർത്തി. ആത്മീക വർധനവ് ആഗ്രഹിക്കുന്നു? കമോൺ, ആത്മീക വർധനവ് ആഗ്രഹിക്കുന്നു? ആത്മീക വർധനവ് വരത്തില്ല, വരുത്തുന്നതാണ്. ആത്മീക വർധനവ് തനിയെ വരത്തില്ല, വരുത്തണം. ഞാൻ വീണ്ടും ആവർത്തിക്കാം, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഒന്നാം ഗ്രൂപ്പ് ആത്മാവില്ലാത്തവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, അവരെന്തും ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. ഈ ആത്മീക വർധനവ് വരുത്തുന്നതാണെന്ന് തെളിയിക്കാൻ ഞാനൊരു 5, 6, 7 വാക്യങ്ങൾ പറയാം. റോമലേഖനം 14-19 വാക്യം. അന്യോന്യം ആത്മീക വർധനവിനുള്ളത് ശ്രമിച്ചുകൊള്ളുക.
1 ശ്രോനിക്ക ലേഖനം 5:11 അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധനവ് പ്രാപിച്ചും എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2:7 അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും എന്ന് വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20:32 നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ കഴിയുന്ന വചനം എന്ന് പറയുന്നുണ്ട്. ആത്മീക വർധനവ് വരുന്നതല്ല, വരുത്തുന്നതാണ്. ജീസസ്. പക്ഷെ നിർഭാഗ്യവശം ഞാൻ പറയട്ടെ, പലരും ഇതിലത്ര വലിയ ശ്രദ്ധാലുക്കളൊന്നുമല്ല. ആത്മീക വർധനവ് വരുത്തിയെടുക്കുന്നതിൽ അത്ര ശ്രദ്ധാലുക്കളൊന്നുമല്ല. ജീസസ്. എങ്ങനെയും ആ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടണം, എങ്ങനെയും ആ സംഗതി ഒന്ന് മാറിക്കിട്ടണം, എങ്ങനെയും അതൊന്ന് ശരിയാവണം. ഇത്രയേ ഉള്ളൂ. എങ്ങനെയും ഒന്ന് ശരിയാവണം, എങ്ങനെയും ഒന്ന് ശരിയാവണം. അങ്ങനെ ശരിയാവുന്നതല്ലത്. ആമേൻ. ആത്മീക വർധനവിനായി ശ്രമിക്കുക. ഈ ആത്മീക വർധനവിന്റെ ഉദ്ദേശം എന്താണെന്നും കൂടെ ഞാൻ പറയാം. മത്തായി 5:48 പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ആത്മീക വർധനവ് ഒരു പ്രഭാഷകനാകാനല്ല, ആത്മീക വർധനവ് ഒരു പ്രവാചകനാകാനല്ല. ആത്മീക വർധനവ് നമ്മുടെ കർത്താവ് എങ്ങനാണോ അതുപോലെ ആവാനാണ്. അവരത് ചെയ്യട്ടെന്ന്, അവരത് ചെയ്യട്ടെ. നമ്മൾ വേറെ, അവരിൽ നിന്ന് നമ്മൾ ഭയങ്കര വ്യത്യസ്തരാ. ഓ ഹല്ലേലൂയ. ഈ ചില ആളുകൾ ചിന്തിക്കും, അങ്ങനെ അങ്ങ് ദൈവത്തെ പോലെ ആകാൻ പറ്റുമോ? അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും. ഇവിടെ മാത്രമല്ല ഇത് പറയുന്നത്, അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഇവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തും. പക്ഷെ അടുത്ത വാക്യം കണ്ടോണേ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ യേശു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ യേശുവിനെ യേശു ഇരിക്കുന്നത് പോലെ തന്നെ കാണും. കണ്ടാൽ ഞാൻ അവനോട് സദൃശനാകും. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഓ, അത് നിങ്ങൾക്ക് ആത്മാവിലൊന്ന് കാണാൻ പറ്റുമോ? യേശു പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ യേശുവിനെ എങ്ങനെ കാണും? മൈക്കിൾ ആഞ്ചലോ വരച്ചതുപോലെ കാണും. അങ്ങനെയാണോ? നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോ ഉണ്ടോ? മൈക്കിൾ ആഞ്ചലോ വരച്ചതാ, ഡാവിഞ്ചി വരച്ചതാ, അല്ലാതെ മൈക്കിൾ ആഞ്ചലോ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തൊന്നുമല്ലത്. അവർക്ക് തോന്നി യേശു അങ്ങനെയാണ്, അങ്ങനെ വരച്ചു വെച്ചു. സ്തോത്രം. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് യേശു ഇരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. യേശു ഇരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഇരിക്കുന്നത് പോലെ കാണും. യേശു എങ്ങനെ ഇരിക്കുന്നേ? യോഹന്നാനോട് വരും. യോഹന്നാൻ പറയും, തലമുടിയെ വെളുത്ത് പഞ്ഞു പോലെ ഹിമത്തോളം വെണ്മയ, കണ്ണ് അഗ്നിജ്വാല, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിച്ചാൽ എന്നതുപോലെ, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മാറത്ത് പൊൻകച്ച, കയ്യിൽ 7 നക്ഷത്രം, കാല് ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇങ്ങനെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ ഇരിക്കുന്നത് പോലെ കാണും. ഇതിനെ ഇറങ്ങിയ കേട്ടോ, രോഗസൗഖ്യം കിട്ടിയില്ലേലും കുഴപ്പമില്ല, കർത്താവിനെ ഇരിക്കുന്നത് പോലെ ഒന്ന് കണ്ടാൽ മതി. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവിടുന്ന് ഇരിക്കുന്നത് പോലെ കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ആമേൻ. അതിന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശു ഇരിക്കുന്നത് പോലെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഈ ലക്ഷ്യത്തിൽ വേണം ഓരോ ചുവടും വെക്കാൻ കേട്ടോ. ഹല്ലേലൂയ. കണ്ടാൽ നമ്മൾ അവനോട് സദൃശന്മാരാണ്. അതാ
നിങ്ങളുടെ മുഖം ഒന്ന് ഓർത്തേ. ബൈബിൾ പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ മുഖം ഓർക്കാൻ പാടാം, വേഗം മറന്നു പോകുമെന്നാണ് പറയുന്നത്. സ്വാഭാവിക മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് മറന്നു പോകുന്നു എന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. മുഖം നമ്മൾ മറന്നു പോകും. വേറെ ഒന്നും മറക്കത്തില്ല, പക്ഷെ മുഖം മറക്കും. ആമേൻ. എന്നാലും നിങ്ങളൊന്ന് വിചാരിച്ചേ, നമ്മൾ അവനോട് സദൃശന്മാരാകും. എന്നോട് ആരെങ്കിലും ചോദിക്കുക, പാസ്റ്റർ ശരീരത്തിലാണോ അത് അതോ ആത്മാവിലാണോ? ഞാൻ പുസ്തകം മനസ്സിലാക്കിയതനുസരിച്ച് ശരീരത്തിലാണ്. ഫിലിപ്പ് ലേഖനം 3:21 അങ്ങനെ പറയുന്നത്. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തോട്. അപ്പൊ പറ, ശരീരത്തിലാണോ മാറ്റം? ശരീരത്തിലാണോ? മിണ്ടാതിരിക്കുന്നു. ആണോ? ആണോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. നമ്മുടെ ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തും. ശരീരത്തിൽ മാറ്റം വരും. ഫിലിപ്പ് ലേഖനം 3:21 അനുസരിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ശരീരത്തിൽ മാറ്റം വരും. പക്ഷെ കാതലായ വിഷയം എന്നറിയോ? അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം, 1 യോഹന്നാൻ 3:3, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഹലോ, ക്രൈസ്റ്റ് സെന്ററിലെ പാസ്റ്ററെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിർമ്മലീകരിക്കുന്നെന്നല്ല പറയുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. ഏത് പ്രത്യാശ? അവൻ വെളിപ്പെടുമ്പോ ഞാൻ അവനെ അവൻ ഇരിക്കുന്നത് പോലെ കാണും, കണ്ടിട്ട് ഞാൻ അവനോട് സദൃശന്മാരാകും. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടെ ഒന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ. അപ്പൊ എന്തിനാ ആത്മീക വർധനവ്? ആത്മീക വർധനവ് എന്തിനാണ്? പ്രവചിക്കാന്, പ്രസംഗിക്കാന്, ഒരു സഭ നടത്താന് ഒന്നുമല്ല. ആമേൻ. ഈ ഭൂമിയിൽ കർത്താവിനെ പോലെ ഒന്ന് ജീവിക്കാനാണ്. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ആത്മീക വർധനവിന്റെ സ്വഭാവമുണ്ട് കേട്ടോ. ആത്മീക വർധനയുടെ സ്വഭാവം ഞാൻ അവസാനിപ്പിക്കുക. ഒന്നത് കൃപയിൽ വളരുന്നതാണ്. 2 പത്രോസ് 3:18 എഴുതുന്നവർക്ക് വേണ്ടി പറയുക. അത് വിശ്വാസത്തിൽ വളരുന്നതാണ്. 2 തെസ്സലോനിക്ക ലേഖനം 1:3. അത് പരിജ്ഞാനത്തിൽ വളരുന്നതാണ്. 1 കൊരിന്ത്യർ 14:20. അത് സ്നേഹത്തിൽ വളരുന്നതാണ്. 1 തെസ്സലോനിക്ക ലേഖനം 3:12. അത് വിശുദ്ധിയിൽ വളരുന്നതാണ്. 2 കൊരിന്ത്യർ ലേഖനം 7:1. ആമേൻ. അത് വിശ്വസ്തതയിൽ വളരുന്നതാണ്. യോഹന്നാൻ 15:16. ഹല്ലേലൂയ. അപ്പോഴേ ഞാൻ നിർത്തുക. അവരങ്ങനെ ചെയ്തോട്ടെ. എൻ്റെയും ചർച്ചിൽ 2 കൂട്ടരുണ്ട്, അവരത് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഇന്ന് പകലില് ഈ മീറ്റിങ്ങിന് ഇവിടെ ആശീർവാദം പറയാൻ തുടങ്ങുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ വ്യത്യസ്തനായിരിക്കും, ഞാൻ വ്യത്യസ്തനായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് അതരങ്ങളെല്ലാം കർത്താവിന് മുൻപാകെ ഒന്ന് തുറന്നേ വേഗം പ്രാർത്ഥിച്ചേ. നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നിങ്ങളോ പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്
ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. വേഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. വേഗം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. രാധാന ജനാധന ജല, രാധാന ജലാധന ജന. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യം ഇതാണ്. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യം ഇതാണ്. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ടത് ഭിന്നതയല്ല. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ടത് ആത്മാവില്ലാത്ത ഒരു കൂട്ടരല്ല. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ടത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരല്ല. എൻ ടൈം ചർച്ചിൽ നിന്ന് പുറത്തു വരേണ്ടുന്നത് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധനവ് വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ. നിർത്തരുത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഓ, എങ്ങനെയാണ് പാസ്റ്റർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. കർത്താവ് സംസാരിക്കുവാൻ തന്ന ഭാഷ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. വേഗം പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലരെ തന്നോട് കൂടുതൽ പിടിച്ചു ചേർത്ത് നിർത്തുന്നത് പോലെ, ചിലരെ കൂടുതൽ തന്നോട് ചേർത്ത് നിർത്തുന്നത് പോലെ, അവിശ്വസ്തന്മാരുടെ ലോകത്തിൽ വിശ്വസ്തന്മാരുടെ ഒരു സമൂഹത്തെ പുറപ്പെടുവിക്കുന്നത് പോലെ. ഓ ശകൽമനാഥന, ഈ ഒരു വേർതിരിവ് മുഴുവൻ കാലത്തും ഉണ്ടാകും കേട്ടോ. എടുക്കപ്പെടുന്നവർ, കൈവിടപ്പെടുന്നവർ, ചെമ്മരിയാടുകൾ, കോലാടുകൾ, വലത്തുള്ളവർ, ഇടത്തുള്ളവർ. ഓ, അന്ത്യകാല സഭ വിഷയാസക്തികളുടെ പുറകെ നടക്കുന്നവരല്ല. അന്ത്യകാല സഭ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവർ. അന്ത്യകാല സഭ ഉയർന്ന ധാർമ്മിക ബോധമുള്ളവർ. അന്ത്യകാല സഭ ആത്മീയ വർധനവ് പ്രാപിക്കുന്നവർ. അന്ത്യകാല സഭ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ പ്രേരണയുള്ളവർ വേഗം എഴുന്നേറ്റ് നിന്നാണ്. എഴുന്നേറ്റ് നിൽക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ആ അന്തരീക്ഷത്തിൽ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. നിങ്ങൾ പ്രധാനമായി പ്രാർത്ഥിക്കുക. എന്നെ ഒന്ന് വ്യത്യസ്തനാക്കണേ. ചിലതിനോട് അകലം പാലിക്കാൻ, ചിലതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ചിലതിനോട് വിട്ടു നിൽക്കാൻ ഒരു കൃപ അങ്ങ് എനിക്ക് താ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. പരാജയപ്പെടുന്നവരുടെ ലോകത്തിൽ അവരോട് ചേർന്ന് നടക്കുകയല്ല,
അവിശ്വാസിയോട് ഇണയില്ലപ്പെടക്കൂടുകയല്ല. ഓ, വളരെ വിശ്വസ്തന്മാരായ ഒരു കൂട്ടം, വിശ്വസ്തന്മാരായ ഒരു കൂട്ടം. കർത്താവിന്റെ സ്വപ്നം അതാണ്. എൻഡ് ടൈം ചർച്ചിൽ കർത്താവ് കാണാൻ കൊതിക്കുന്നത് അതാണ്. വിശ്വസ്തന്മാരുടെ ഒരു വലിയ ഗണം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ. ഉച്ചത്തിൽ പാടിക്ക. പാടുക. പാടുക. ആത്മനിറവിൽ പാടുക. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള യെരൂശലേം നിത്യഗൃഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിൻ ഓ ജീവൻ ഉച്ചത്തിലൊന്ന് പാടിക്കേ ഓ രക്ഷകൻ അന്ത്യശ്വാസം ഒന്നുകൂടെ പാടിക്കേ ജീവൻ വച്ച് ഓ രക്ഷകനാ ഒന്നുകൂടെ പാടിക്കേ ജീവൻ വെച്ചിടും ജീവൻ വെച്ചിടും ഓ രക്ഷകനാ അന്ത്യശ്വാസം അഭിഷേകത്തിൽ ഒരിക്കൽ കൂടെ പാടിക്കേ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം ആ വാക്യത്തിന്റെ സമ്പൂർണ്ണത എന്താണെന്നറിയാമോ? നിങ്ങളെ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും ആ വാക്കുകൾ ശ്രദ്ധിച്ചോണം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നുകൊണ്ട് നിത്യജീവന് കാത്തിരിക്കുന്നവർ, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവർ, എന്നിട്ടവർ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുക. എൻഡ് ടൈം ചർച്ചിൽ അങ്ങനെയുള്ളവരെയാ കർത്താവിന് വേണ്ടുന്നത്. ഭിന്നതയുണ്ടാക്കുന്നവരെ വേണ്ട, പ്രാകൃതന്മാരെ വേണ്ട, ആത്മാവില്ലാത്തവരെ വേണ്ട. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ആത്മീക വർധന വരുത്തുന്നവർ,
അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കുന്നവർ, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവർ, തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് ഇങ്ങനെ ഒരു ആത്മീയ അനുഭവം വേണം. ഉച്ചത്തിൽ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു. നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ തന്നെ സൂക്ഷിക്കുക. നമ്മുടെ ഉത്തരവാദിത്വം. വേറെ ആർക്കും അത് പറ്റത്തില്ല, വേറെ ആർക്കും അത് പറ്റത്തില്ല. കർത്താവിനോട് പറ, എന്നെ സൂക്ഷിക്കാൻ ഒരു അഭിഷേകം എനിക്കുതാ. ഈ വചനപ്രകാരം ഒന്ന് എന്നെ സൂക്ഷിക്കാൻ ഒരു നേരം എനിക്കുതാ. ഇന്ന് പകലിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ ഒരു നിറവ് കർത്താവ് കൈമാറ്റം ചെയ്യുക. അങ്ങനെ പറയാതെ അത് കിട്ടത്തില്ല. അങ്ങനെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേ. നിങ്ങൾ ചോദിക്കാതെ അത് കർത്താവ് ഓപ്പൺ ചെയ്യത്തില്ല. നിങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോ കർത്താവ് അത് തന്നു തുടങ്ങുന്നു. ജീസസ്, ജീസസ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വിശ്വാസത്യാഗികളായ ഒരു വലിയ കൂട്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഭക്തികേടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഭിന്നതയുണ്ടാക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രാകൃതന്മാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കയ്പിനെ ഉളവാക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ആത്മപകർച്ച ഞങ്ങൾക്ക് തരണേ കർത്താവേ, തരണേ കർത്താവേ. ഈ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ, ഒരു വിശുദ്ധ വർഗമായി നിൽക്കാൻ, ഒരു വിശുദ്ധ കൂട്ടമായി നിൽക്കാൻ, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കാൻ, നിത്യജീവനെ പ്രതീക്ഷിക്കാൻ, ഞങ്ങളെ തന്നെ സൂക്ഷിക്കാൻ ഒരു ആത്മശക്തി ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയോടെ